Hello everyone and welcome back to our class on partnership accounts. So today we are going to take up admission of a partner chapter. But before going into actually working out admission related questions, നമ്മൾക്ക് admission of a partner വരുമ്പോൾ profit sharing ratio എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതായത് new profit sharing ratio. ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഡയറക്റ്റ്ലി അവർ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ തരും. അപ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആ സമയത്ത് കണ്ടുപിടിക്കേണ്ടി വരും, പക്ഷേ സാക്രിഫൈസിങ്ങും ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. That was already discussed in previous class. Now if some questions will not have direct information on new profit sharing ratio, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ how do we work out the new profit sharing ratio among all the partners including the new partner എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് അഡ്മിഷൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. So that I'm opening the study material of CA, page number 8.6. We have certain cases. അതിൽ ആദ്യത്തെ കേസ് നമ്മൾക്ക് എടുക്കാം. Case 1. When a new partner's share is given, but the question is silent about sacrifice made by old partners. അതായത് പഴയ ഷെയർ തന്നിട്ടുണ്ട്. ഓരോ കേസായിട്ടാണ് നമുക്ക് അങ്ങനെ തന്നെ എടുക്കുന്നത്. പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതിന് താഴെയുള്ള എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. പഴയ പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഇവർ പുതിയതായിട്ട് സീനെ അഡ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് സീനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സിക്ക് കൊടുക്കാൻ പോകുന്നത് 1/3 in ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആണ്. ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. Then how do we go about computing the new profit sharing ratio among A, B and C? ഇവർ മൂന്ന് പേരും തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾക്ക് അറിയാം. കാരണം ആ ബേസിലായിരിക്കും നമ്മൾക്ക് ഇവർക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതറിയാൻ ഹൗ ഡു വി ഗോ അബൌട്ട് ഇറ്റ്? നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഗുഡ്വിൽ എടുത്തപ്പോൾ പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ തിയറി ഇതാണ്. ഇഫ് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോവും പുതിയ പാർട്ട്ണറിന് കിട്ടാൻ പോകുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ വി വിൽ ഹാവ് ആൻ അസംഷൻ. The assumption is that പുതിയ പാർട്ട്ണറിന് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി പ്രോഫിറ്റ് will be shared by the old partners in their old profit sharing ratio among themselves. അതായത് സിക്ക് കൊടുത്തതിന് ശേഷം ഒരു പ്രോഫിറ്റിൽ 1/3 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് പ്രോഫിറ്റും കൂടെ കാണുമല്ലേ. ആ മിച്ചമുള്ള പ്രോഫിറ്റ് പഴയ പാർട്ട്നേഴ്സ് അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും ആ മിച്ചമുള്ള എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. സോ ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ് the first assumption that we make is let profit of the firm be 1. Profit be 1. Profit of the firm എന്നാണ് ഉദ്ദേശിക്കുന്നത്. Profit of the partnership firm be 1. അപ്പോൾ സിക്കാണ് 1/3 ഷെയർ കൊടുക്കുന്നതെങ്കിൽ how much will be the remaining profit available for A and B to split? Remaining profit after C's share. അപ്പോൾ ഒന്നിൽ 1/3 സി എടുത്തോണ്ട് പോയാൽ ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ് എക്കും ബിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എത്രയാണ്? 3 - 1. That is 2/3. അപ്പോൾ 2/3 ഷെയർ എക്കും ബിക്കും കൂടെ അവൈലബിൾ ആണ്. 1/3 സിക്കും അവൈലബിൾ. ഈ ബാക്കിയുള്ള 2/3 എക്ക് മാത്രമാണോ ബിക്ക് തന്നെയാണോ? അല്ല, രണ്ടു പേർക്കും കൂടെ ചേർന്നാണല്ലേ. പക്ഷെ ആ 2/3 ഷെയർ ഇവർ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇല്ല. Then we assume this 2/3 share will be shared by the previous partner or old partners in their old profit sharing 3:2. Therefore we say A's new share will be 2/3 ആണ് അവർക്ക് കിട്ടേണ്ടത്. അത് കിട്ടാൻ പോകുന്ന റേഷ്യോ 3/5. അതായത് പഴയ പാർട്ട്ണറും തമ്മിലുള്ള അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഈ 2/3 സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ സേ 6/15. ഇനി ബിയുടെ ഷെയറോ? ബിക്കും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2/3 ആണ് ടോട്ടലി കിട്ടാൻ പോകുന്നത്. അത് കിട്ടാൻ പോകുന്നതിന് പ്രീവിയസ് റേഷ്യോ ഓഫ് 2/5. സോ വി ക്യാൻ സേ 4/15. ആൻഡ് സീസ് ഷെയർ ഓൾറെഡി നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിനെ ഞാനൊരു റേഷ്യോ ആക്കാൻ പാകത്തിന് മാറ്റുകയാണ്. 1/3 ആണ് സിയുടെ പുതിയ ഷെയർ അല്ലെങ്കിൽ സിക്കുള്ള ഷെയർ. പക്ഷെ എയുടെയും ബിയുടെയും ഷെയർ തന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ 15 ആണല്ലേ. അപ്പോൾ ഇതിന് മൂന്ന് പേരെയും കൂടെ ചേർത്ത് ഒരു കമ്പൈൻഡ് റേഷ്യോ ആക്കണമെങ്കിൽ സിയുടെയും ഡിനോമിനേറ്റർ 15 ആകണം. സോ 3 × 5. ഡിനോമിനേറ്റർ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ 5 വെച്ച് മൾട്ടിപ്ലൈ
multiply ചെയ്യുക. So therefore we can say the new partnership of A, B and C will have a profit sharing ratio of 6:4:5. Yeah, so treatment മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, പുതിയ പാർട്ട്ണറിന് കിട്ടാനുള്ള പ്രോഫിറ്റ് മാത്രം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ പാർട്ട്ണറിന് കിട്ടിയ പ്രോഫിറ്റിന് ശേഷം ഫേമിന്റെ ബാക്കി പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ ബാക്കിയുള്ള പ്രോഫിറ്റ് പഴയ പാർട്ട്നേഴ്സിന് അവർ തമ്മിലുള്ള പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് എത്തിക്കുന്നു. സോ 6:4:5. Now next case is പഴയ പാർട്ട്നേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് ആൻഡ് പുതിയ പാർട്ട്ണറിന് കൊടുക്കേണ്ട റേഷ്യോയും തന്നിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം ഈ പുതിയ പാർട്ട്ണറിന് കിട്ടാൻ പോകുന്ന റേഷ്യോ പഴയ പാർട്ട്നേഴ്സ് ഏത് പ്രപ്പോർഷനിലാണ് സാക്രിഫൈസ് ചെയ്യുന്നതെന്ന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. മുൻപത്തെ കേസിൽ സാക്രിഫൈസിങ് നമുക്ക് തന്നില്ല, അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് പഴയ റേഷ്യോയിൽ തന്നെയായിരിക്കും അവർ പുതിയ പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ മാനുവലി കണ്ടുപിടിക്കണം. പക്ഷേ കേസ് 2-ൽ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ട്, പുതിയ പാർട്ട്ണറിന്റെ റേഷ്യോ ഉണ്ട്. അതിനോടൊപ്പം നമ്മളോട് പറയുകയാണ് പുതിയ പാർട്ട്ണറിന് ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് സാക്രിഫൈസ് വഴി പൈസ വരുന്നത് എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. A and B are partners sharing profits and losses in 3:2. Case number 2. Old profit sharing ratio തന്നിട്ടുണ്ട് 3:2 and C യുടെ പുതിയ profit sharing തന്നിട്ടുണ്ട് 1/3. And then they say that this 1/3 share in future profits is received by C as 1/9 from A and 2/9 from B. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും A സാക്രിഫൈസ് ചെയ്യുന്നത് 1/9 B സാക്രിഫൈസ് ചെയ്യുന്നത് 2/9 ആണെന്നുള്ളത്. സോ എയുടെ പുതിയ ഷെയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? A is new share. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കണം അല്ലെ, -1/9 അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ 1/9. So therefore I can say 45 ഡിനോമിനേറ്റർ 45 ആക്കുകയാണ്. 5 into 9 45 and 3 into 9 27 minus 5, that is 22/45. 22/45 A യുടെ പുതിയ ഷെയർ. What about B's new share? B's new share, ബിയുടെ ഓൾറെഡി ഷെയർ 2/5 ആണെന്ന് പറയാം. അതിൽ നിന്ന് അയാൾ വേണ്ടാന്ന് വെക്കുന്ന സാക്രിഫൈസസ് 2/9. അങ്ങനെയാണെങ്കിൽ അയാളുടെ പുതിയ ഷെയർ എന്തായിരിക്കും? 18 minus 10, that is 8/45. And സിയുടെ ഷെയർ നമ്മൾക്ക് ഓൾറെഡി അറിയാം. തൊട്ട് മുൻപ് ചെയ്ത ലോജിക്ക് പോലെ നമ്മൾക്കൊരു കോമൺ റേഷ്യോയിലേക്ക് എത്തണമെങ്കിൽ മൂന്ന് പേരുടെയും ഡിനോമിനേറ്റർ ഒരേ ഫ്രാക്ഷനിലായിരിക്കും അല്ലെ, ഒരേ എമൗണ്ട് ആക്കണം അല്ലെ. അതുകൊണ്ട് 1/3 ഞാൻ 45ലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഹൗ വാസ് ദാറ്റ്? 3 into 15 ആണ് 45. സോ ന്യൂമറേറ്ററിൽ 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ. And therefore the new profit sharing ratio of A, B and C is going to be 22:8:15. This is the second case. ഇവിടെ ആൻസർ സിയുടെ ഷെയർ എഴുതിയിരിക്കാൻ പറ്റും. 1/9 ആണ് എഴുതിയത്. ഇറ്റ്സ് നോട്ട് 1/9, ഇറ്റ്സ് ആക്ച്വലി 1/3. 1/3 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആണ് അല്ലേ. സോ 1/3 ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അത് അവർക്ക് തെറ്റിപ്പോയതാണ്. 1/9 അല്ല, അല്ലെങ്കിൽ ഓർത്താൽ മതി. എയും ബിയും സാക്രിഫൈസ് ചെയ്ത് എത്രയാണ്? സ്റ്റഡി മെറ്റീരിയൽ ആ ഒരു എറർ ഉണ്ട്. എ സാക്രിഫൈസ് ചെയ്തത് 1/9, ബി സാക്രിഫൈസ് ചെയ്തതോ 2/9. ഇത് ആർക്ക് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്തത്? രണ്ടും സിക്കാണ് അല്ലേ. അപ്പോൾ സിക്ക് എത്രയാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വേണ്ടത്? 3/9, വിച്ച് ഇസ് ഗോയിങ് ടു ബി 1/3 എന്ന് എഴുതാം അല്ലേ. അതിന് പകരം ഇവിടെ തെറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ 1/9 into 5/5 അല്ല, ഇറ്റ് ഇസ് 1/3 പ്രശ്നം. ആ ഒരു കറക്ഷൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് വരുത്തിയേക്കാം. ആൻസർ ഇസ് 22:8:15, which we have done. Yeah. Now let's move on to the third case. The third case is where പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. എന്നാൽ പുതിയ പാർട്ട്ണറിന് എത്ര ഷെയർ കൊടുത്താണ് അഡ്മിഷൻ എന്ന് പറയുന്നില്ല. വാട്ട് ഈസ് ഗിവൻ? എയും ബിയും അല്ലെങ്കിൽ പഴയ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്ന ഫ്രാക്ഷൻ തരുന്നുണ്ട്. എത്രയാണ് അവർ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നതെന്ന്.
ആ ബേസിസിൽ നമ്മൾ ആൻസറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബേസിസിൽ നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സിയുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ റേഷ്യോ 3:2. ഇതാണ് സിയുടെ. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എ അയാളുടെ ഷെയറിൽ നിന്ന് 1/3 സാക്രിഫൈസ് ചെയ്തു, ബി അയാളുടെ ഷെയറിൽ നിന്ന് 2/3 സാക്രിഫൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നത് 1/3 ഓഫ് ഹിസ് ഷെയർ എന്നാണ് പറയുന്നത്. ഇതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നതോ എയുടെ കയ്യിൽ നിന്ന് സാക്രിഫൈസ് ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് ഡയറക്ട്ലി പറയുന്നുണ്ട്. ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് 2 which C gets 1/3 share in profits which he gets ultimately 19 from A എന്നാണ് പറയുന്നത്. എയുടെ കയ്യിൽ നിന്ന് 19 കിട്ടും, അതിനർത്ഥം എ സാക്രിഫൈസ് ചെയ്യുന്നതാണ് 1/9. ഇവിടെ തേർഡ് കേസിലോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൽ അവിടെ എ എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് ഡയറക്ട്ലി പറയുന്നില്ല. അയാളുടെ പഴയ ഷെയറിന്മേൽ അയാൾ സാക്രിഫൈസ് ചെയ്യുന്ന ഫ്രാക്ഷനാണ് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എയുടെ സറണ്ടർ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കണം, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് നമ്മൾ സിയുടെ ഷെയറിലേക്കൊക്കെ പോകുന്നത്. സോ എ sacrifices 1/3 of his share, 1/3 of his old share. ഇത്രയാണ് പറയുന്നത്. ബിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ബി sacrifices 2/3 of his shares. So ബി sacrifices അയാളുടെ പഴയ ഷെയർ എത്രയാണോ അതിന്റെ 2/3 സാക്രിഫൈസ് ചെയ്യും. So therefore sacrificing ratio of A and B എത്രയാണ്? കേസ് 2 ആൻഡ് കേസ് 3 നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കിക്കൊള്ളുക. എയുടെ സാക്രിഫൈസ് എത്രയാണ്? 1/3 ഓഫ് ഹിസ് പ്രീവിയസ് ഷെയർ. അയാളുടെ പ്രീവിയസ് ഷെയർ എത്രയാണ്? 3/5. അപ്പോൾ അതിന്റെ 1/3 വിച്ച് മീൻ നമ്മൾ ഞാനൊന്നും കട്ട് ചെയ്യുന്നില്ല, എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഡയറക്ട്ലി ഡിനോമിനേറ്റർ 15 തന്നെ ആക്കുകയാണ്. കാരണം പിന്നീട് അത് നമ്മൾക്ക് കറക്റ്റ് ചെയ്യേണ്ടി വന്നെന്നിരിക്കും. അതുകൊണ്ട് കട്ടൊന്നും ചെയ്യാതെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യും. സോ എ സാക്രിഫൈസ് ചെയ്യുന്നത് 3/15. ബിയോ ബി അയാളുടെ ഷെയറിൽ നിന്ന് 2/3 സാക്രിഫൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ 2/3 മീൻസ് 4/15. അപ്പൊ ഇവര് രണ്ടും സാക്രിഫൈസ് ചെയ്യുന്ന റേഷ്യോ കിട്ടി. അപ്പൊ പഴയ ക്വസ്റ്റ്യനിൽ അല്ലെ തൊട്ട് മുൻപ് ചെയ്ത കേസിൽ 1/9 എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ അത് കണ്ടുപിടിച്ച് വരുമ്പോൾ 3/15 4/15. അപ്പോൾ എയുടെയും ബിയുടെയും സാക്രിഫൈസ് കിട്ടിയ സ്ഥിതിക്ക് വാട്ട് ക്യാൻ ബി ഡു നൗ? എസ് ന്യൂ ഷെയർ നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഹൗ വിൽ വി ഫൈൻഡ് എസ് ന്യൂ ഷെയർ? ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 മൈനസ് ഹിസ് സാക്രിഫൈസ്. അതാണ് തൊട്ട് മുൻപത്തെ കേസിൽ ചെയ്തിരുന്നത്. 2/9 1/9 കുറച്ച്. 1/9 2/9 പ്രീവിയസ് കേസിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ടായിരുന്നു. തേർഡ് കേസിൽ നമ്മൾ കണ്ടുപിടിക്കും. I am repeating again so that it gets registered and nobody has a doubt. Already മനസ്സിലായവർക്ക് it is fine. ചിലപ്പോൾ ഒന്ന് രണ്ട് പേർക്കെങ്കിലും മനസ്സിലാവാതെ വന്നെന്നിരിക്കാം. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒത്തിരി റിപ്പീറ്റേഷൻ ആണെന്ന് വിചാരിക്കരുത്. മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ. സോ 9 minus 3 6/15 ന്യൂ ഷെയർ. ബി's ന്യൂ ഷെയർ അയാളുടെ പഴയ ഷെയർ 2/5 ആയിരുന്നു. അതിൽ നിന്ന് അയാൾ സാക്രിഫൈസ് ചെയ്യുന്ന 4/15. That is going to be 15. 6 minus 2/15. And what about C's share? സിയുടെ പുതിയ ഷെയറിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ അയാൾക്ക് എന്തായിരിക്കണം കിട്ടേണ്ടത്? പഴയ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കണം ആർക്ക് കിട്ടേണ്ടത്? ഐഡിയലി സ്പീക്കിംഗ് ന്യൂ പാർട്ട്ണറിന് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ആ രണ്ട് സാക്രിഫൈസ് റേഷ്യോന്റെയും സം ആയിരിക്കും സിയുടെ പുതിയ ഷെയർ എന്ന് പറയുന്നത്. So 3/15 sacrificed from A and 4/15 sacrificed from B will be 7/15. Therefore, the new profit sharing ratio of A, B and C is going to be 6:2:7. In case 4. Case 4 is when the new partner acquires his share entirely from the new partner. Sorry, new partner when the new partner acquires his share entirely from the old partner. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് പുതിയ പാർട്ട്ണർ ഷെയർ അക്വയർ ചെയ്യുന്നതെങ്കിൽ ഹൗ വിൽ യു കാൽക്കുലേറ്റ്? അതിനടുത്ത എക്സാമ്പിൾ എടുക്കാം. വീണ്ടും എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്, ഓൾഡ് പാർട്ട്നേഴ്സ്, ഷെയറിംഗ് റേഷ്യോ ഇൻ 3:2. is 3:2. ഇനി സിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്
for 1/5 share. ഈ ഷെയർ മുഴുവൻ സിക്ക് കിട്ടുന്നതും he acquires entirely from A. എക്ക് 1/5 കിട്ടുന്നത് ഫ്രം എ മാത്രമാണ്. അപ്പോൾ ബി ഒന്നും തന്നെ സാക്രിഫൈസ് ചെയ്യുന്നില്ല ഡയറക്റ്റ്ലി എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ നടത്തേണ്ടത്? സോ എയുടെ ഷെയർ നോക്കുക. എസ് ന്യൂ ഷെയർ 3/5 minus 1/5. So therefore it is going to be 2/5. And what about B? B യുടെ ഷെയറിൽ ഒരു മാറ്റമില്ല. B's new share എന്ത് തന്നെയാണ്? ഇപ്പോഴും 2/5 തന്നെയാണ്. അതായത് പഴയത് എന്തായാലും അങ്ങനെ തന്നെ അയാൾക്ക് കണ്ടിന്യൂ ചെയ്തത്. ആൻഡ് സി പുതിയതായിട്ട് വരുന്ന ആൾക്ക് എത്രയാണ് ഷെയർ കിട്ടിയത്? 1/5. So therefore A, B and C യുടെ പുതിയ ഷെയർ എന്ന് പറയുന്നത് 2:2:1. അപ്പോൾ നോക്കിയാൽ അറിയാം ബിയുടെ കേസ് ഇനി നോക്കിയേ. ബിക്ക് പണ്ട് 3:2 ആയിരുന്നപ്പോഴും എത്ര കിട്ടുമായിരുന്നു? 5-ൽ 2 ഷെയർ. 2:2:1 ആയപ്പോഴും ബിക്ക് എത്ര തന്നെ കിട്ടും? He will get same 2/5. So he is not bothered whether C gets admitted or not. ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത് എക്ക് പണ്ട് 3 ഷെയർ കിട്ടുമായിരുന്നു, അത് കുറഞ്ഞ് 2 മാറി. ആ കുറവ് ഒന്ന് വന്നത് സിയുടെ പുതിയ ഷെയർ ആയിട്ട് മാറുകയാണ്. This is the fifth case. Now let's move on to fourth case. Now let's move on to the fifth case where the new partner acquires a share from the old partners in certain ratio. In this, the A and B are partners sharing profits and losses in A is to B in old ratio of 3:2. സിക്ക് ഷെയർ കിട്ടുന്നത് അയാൾ അക്വയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? അപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 1/3 ഷെയർ ആണെന്ന് വെക്കുക. 1/3 സിക്ക് കിട്ടുന്നത് 1/3 ഷെയർ ആണ്. ഈ 1/3 അയാൾ ഏത് റേഷ്യോയിലാണ് എയുടെയും ബിയുടെയും കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇൻ വാട്ട് റേഷ്യോ? ഇൻ 2:1 റേഷ്യോ. അതായത് 1/3 2:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 എയുടെ കയ്യിൽ നിന്നും 1 ആരുടെ കയ്യിൽ നിന്നായിരിക്കണം? ബിയുടെ കയ്യിൽ നിന്നും. So how will you compute the sacrifice and new ratio? So എയുടെ സാക്രിഫൈസ് എത്രയായിരിക്കും? എക്ക് കിട്ടേണ്ടത് എ കൊടുക്കേണ്ടത് സിക്ക് കിട്ടേണ്ട 1/3യുടെ 2/3 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് അല്ലെ. 1/3 ആണ് സിക്ക് കൊടുക്കേണ്ടത്. ആ 1/3 സിക്ക് കിട്ടുന്നത് ഫ്രം എ ആൻഡ് ബി in 2:1 ratio, which means we can say 1/3 എന്ന് പറയുന്ന ഷെയറിന്റെ 2/3 എയുടെ കയ്യിൽ നിന്നും 1/3 ബിയുടെ കയ്യിൽ നിന്നുമാണ് വരേണ്ടത്. സോ എയുടെ കയ്യിൽ നിന്ന് വരേണ്ടത് എയുടെ സാക്രിഫൈസ് ആണ് 2/9. വാട്ട് അബൌട്ട് ബി സാക്രിഫൈസ്? 1/3 എന്ന് പറയുന്ന സിക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് ബി സാക്രിഫൈസ് ചെയ്യുന്നത് അതിന്റെ 1/3 proportion ആണ്. So 1/9. So therefore we can say A's new profit sharing ratio will be, A's new share will be 3/5 പണ്ടുണ്ടായിരുന്നതും അയാൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് 2/9 ആണ് അല്ലേ. So therefore 45 27 minus 10, that is 17/45. What about B's new share? ബിക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്ന പഴയ ഷെയർ 3/5 ആണ്. അതിൽ അയാൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് 1/9 ആണ്. സോ therefore അയാളുടെ പുതിയ ഷെയർ 27 minus 5 which is 20 2/45. Sorry, 3/5 അല്ല 2/5. 2/5 minus 9, so 18 minus 5, 30, and finally C's share. സിയുടെ ഷെയർ എത്രയെന്ന് പറയുന്നത് 1/3 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ 1/3നെ നമ്മൾ ഡിനോമിനേറ്റർ 45 ആക്കുകയാണെങ്കിൽ 15 വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ therefore the new profit sharing of A, B and C is going to be 17:15:15. അതായത് പുതിയ ഷെയർ സിക്ക് കിട്ടാൻ പോകുന്നത് എയുടെയും ബിയുടെയും കയ്യിൽ നിന്ന് എന്ത് റേഷ്യോയിലായിട്ടാണ് തരുന്നത്. ഇതും ഐ ബിലീവ് ദ തേർഡ് കേസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. തേർഡ് കേസിന്റെ പ്രത്യേകത എന്തായിരുന്നു?
എ സാക്രിഫൈസ് ചെയ്യുന്നത് അയാളുടെ ഷെയറിന്റെ എത്ര ശതമാനം എന്ന് പറയുന്നുണ്ട്, ബി സാക്രിഫൈസ് ചെയ്യുന്ന എത്ര ശതമാനം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ ഡയറക്ട്ലി തരുന്നില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ ഡയറക്ട്ലി തരുന്നില്ല. പക്ഷെ സിക്ക് എ കൊടുക്കേണ്ടത് എത്രയാണെന്നും ബി കൊടുക്കേണ്ടത് എത്രയാണെന്നും പറയുന്നത്, which is indirectly hinting us to compute the sacrificing ratio of these old partners and thus compute the new profit sharing ratio of all partners. Now, ഇവിടെയും ക്വസ്റ്റ്യന് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. 1/5 into 2/3 എന്നായിരുന്നു, which is wrong. C was admitted for 1/3. So ആ ഒരു കറക്ഷൻ നമ്മളൊന്ന് വരുത്തിയേക്കാം. 1/3 ആണ് ഇവർ സാക്രിഫൈസ് കണ്ടുപിടിച്ചിരിക്കുന്നത്, കുറച്ച് തെറ്റിപ്പോയി. So 1/3. So please make sure you understand ഈ ഒരു കറക്ഷൻ ഈ ഒരു സൊല്യൂഷൻ ടെക്സ്റ്റിലേക്ക് വരുത്തിയേക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നതായിരിക്കും ഫൈനൽ ആൻസർ. Now the text is talking about sacrificing ratio and gaining ratio, which we have already discussed in goodwill chapter. Sacrificing ratio is when the old profit sharing ratio is higher than the new profit sharing ratio. And what is gaining ratio? When the old profit sharing ratio കുറവ് പുതിയതായിട്ട് അയാൾക്ക് കിട്ടിയ new profit sharing ratio is higher, and it can be because of admission, retirement, death, or even ഈ ഒരു ഇവന്റ് നടക്കാതെ just profit sharing ratioയിലുള്ള ചേഞ്ച് വഴിയും ഈ സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും വരാം. ഈ സാക്രിഫൈസിങ് ഗെയിനിങ് റേഷ്യോയിലാണ് ഗുഡ്വിൽ കമ്പ്യൂട്ടേഷന്റെ എഫക്ട്സ് നമ്മൾ ബുക്സിലേക്ക് കൊണ്ടുവരുന്നത്. So now that we have understood how to compute the profit sharing ratio and sacrificing gaining ratios in certain situations, let us now understand what steps to be taken forward when a new partner gets admitted into an already existing partnership. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് നമ്മൾക്ക് ഇപ്പോഴൊന്ന് പഠിക്കാം. So the first accounting treatment are under the case of. So the first accounting treatment is to revalue all assets and liabilities. Revalue all assets and liabilities at the time of admitting a new partner into the partnership firm. So ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. എന്താണ് റീവാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്? അസറ്റ്സിനൊക്കെ ഇവന്റ് നടക്കുന്നത്, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എ ബി ആൻഡ് സി എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉള്ള ഒരു ഫേമിലേക്ക് ഡീനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഡീനെ അഡ്മിറ്റ് ചെയ്യുന്നത് ആസ് ന്യൂ പാർട്ട്ണർ ഓൺ 1/5/2020 ആണ്. സോ അന്നത്തെ ദിവസം ഏറ്റവും ആദ്യം അയാൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആ ദിവസം പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെയും ഒന്ന് റീവാല്യൂ ചെയ്യുക, ഒന്നും കൂടെ വിലയിരുത്തുക. Why is that? Because maybe this partnership firm was formed, imagine 2015. 2015 തുടങ്ങിയ ഒരു ബിസിനസ് ആയിരിക്കാം ചിലപ്പോൾ. 2015 തൊട്ട് ഇപ്പോൾ 2015 അവരൊരു ലാൻഡ് വാങ്ങിച്ചു എന്ന് വെക്കാം. അന്ന് വാങ്ങിച്ച വില ലാൻഡിന് 15 ലക്ഷം കൊടുത്താണെന്ന് വെക്കാം. ലാൻഡിന്റെ ഡിപ്രിസിയേഷൻ എല്ലാം നമ്മൾക്കറിയാം. ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യില്ല, ബിക്കോസ് ലാൻഡ് ജനറലി അപ്രീഷിയേറ്റ്സ് ഇൻ വാല്യൂ ആണ്. അപ്പോൾ 2015 15 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. 2020 മെയ് ആകുമ്പോൾ ആ ലാൻഡിന്റെ വില 50 ലക്ഷമാണെന്ന് വെക്കാം. ഈ 50 ലക്ഷമായി ലാൻഡിന്റെ വില ഉയർന്നതിന്റെ കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങിയപ്പോൾ പഴയ പാർട്ട്നേഴ്സായ എ ബി ആൻഡ് സി 15 ലക്ഷം രൂപ കൊടുത്ത് ഈ അസറ്റ് വാങ്ങിച്ചതാണ് അല്ലേ. അപ്പോൾ അവരുടെ അന്നത്തെ ഡിസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പല ആക്ടിവിറ്റിയും കൊണ്ടോ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ലാൻഡിന്റെ കേസ് ഒരു ഇൻക്രീസ് വന്നാണ്. 15 ലക്ഷത്തിന് വാങ്ങിച്ചു, ഇന്ന് അതിന് 50 ലക്ഷത്തിന്റെ വിലയാണ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ റീവാല്യൂ ചെയ്യണം? ദാറ്റ് ഈസ് ബിക്കോസ് ഈ 35 ലക്ഷം ഇൻക്രിമെന്റ് വന്നതിന് ശരിക്കും കാരണക്കാര് ആരായിരുന്നു? പഴയ പാർട്ട്നേഴ്സ് ആയിരുന്നു, അല്ലെ അവരുടെ എഫേർട്സും അവരുടെ ഡിസിഷനും ആയിരുന്നു. അപ്പോൾ ഈ 35 ലക്ഷത്തിന്റെ ബെനിഫിറ്റ് ആർക്ക് മാത്രമേ അപ്പോൾ കിട്ടാനും പാടുള്ളൂ? ഓൺലി ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ്. ദാറ്റ് ഈസ് വൺ ലോജിക്. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യാം, നമ്മൾക്കത് എന്തുകൊണ്ട് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇമാജിൻ ഇവര് അപ്രിസിയേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ നടത്താതെ അഡ്മിഷൻ മുന്നോട്ട് കൊണ്ടുപോയി നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി 2020 തൊട്ടടുത്തൊരു ഡേറ്റ് തന്നെ എടുക്കാം.
ജൂൺ 1, 2020 തന്നെ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവാൻ ഉദ്ദേശിച്ചത് പാർട്ട്ണർഷിപ്പ് വേണ്ടാന്ന് വെച്ച് ഇവർ ഈ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്തു. കറക്റ്റ് ഡീനെ അപ്പോയിന്റ് ചെയ്ത് ഒരു മാസങ്ങൾക്ക് ശേഷം ഈ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ നമ്മളെ അസറ്റ് എല്ലാം എന്ത് ചെയ്യും? എല്ലാം തന്നെ വിൽക്കാൻ തുടങ്ങും. ലൈബിലിറ്റി ഒക്കെ പേ ഓഫ് ചെയ്യും അല്ലേ? അന്ന് എല്ലാ അസറ്റ്സും വിറ്റ് തുടങ്ങിയപ്പോൾ ലാൻഡിന് 51 ലക്ഷം രൂപ. Imagine we have sold 51 lakhs. When we have sold land and got 51 lakhs. അന്ന് വിൽക്കുന്ന ദിവസം ആരൊക്കെ പാർട്ട്നേഴ്സ് ആയിരുന്നു? A, B, C and D എല്ലാവരും പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ ബുക്സിൽ ഓൾറെഡി 15 ലക്ഷമേ ഈ അസറ്റിന്റെ വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ വിൽക്കുന്ന എന്നത് കമ്പയർ ചെയ്യുമ്പോൾ 51 അപ്പൊ എത്ര ലക്ഷം രൂപ ലാഭം കാണിക്കുന്നുണ്ട്? 36 ലക്ഷം. ഈ 36 ലക്ഷം രൂപയും ലാഭം ആരൊക്കെ വേണമെന്ന് പറയും? അന്നത്തെ ദിവസം ഈ അസറ്റ് വിൽക്കുമ്പോഴുണ്ടായിരുന്ന എല്ലാ പാർട്ട്നേഴ്സും, അതായത് ഡി ഉൾപ്പെടെ. പക്ഷെ ഡി ശരിക്കും എത്ര നാളെ ഈ പാർട്ട്ണർഷിപ്പ് ഫാമിലെ പാർട്ട്ണർ ആയുള്ളൂ? ഒരു മാസം ആയുള്ളൂ. അപ്പോൾ വെറുതെ ഒരു മാസം കൊണ്ട് മാത്രം അയാൾക്ക് എത്ര രൂപ ഗെയിൻ കിട്ടി? 36 ലക്ഷത്തിന്റെ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അയാൾക്ക് വെറുതെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ എ, ബി ആൻഡ് സീനെ സംബന്ധിച്ചിടത്തോളം 5.5 കൊല്ലത്തോളം അവർ വെയിറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഈ ലാഭം കിട്ടിയത്. അന്നത്തെ അവരുടെ കഴിവ് കൊണ്ട് കിട്ടിയ 35 ലക്ഷത്തിൽ ഒരു പങ്ക് ആരും വന്ന് ചോദിക്കുന്നുണ്ട്? ഡിയും ചോദിക്കുന്നുണ്ട്. സിൻസ് we did not revalue or reassess the value of all assets and liabilities at the time a new partner was admitted. So by doing this revaluation of assets and liabilities, what are we ultimately doing? We are ensuring that D is getting admitted into such a position of assets and liabilities out of which if any profit is earned in future years, അയാൾ എന്ന് ജോയിൻ ചെയ്തു ആ ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് വരുന്ന ലാഭം മുഴുവൻ അയാൾക്ക് കിട്ടിക്കോട്ടെ. എന്നാൽ അയാൾ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ലാഭമൊക്കെ നമ്മൾ എഴുതാതെ വിട്ടത് കൊണ്ടും അൾട്ടിമേറ്റ്ലി ഈ കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അടച്ചു പൂട്ടുക അല്ലെങ്കിൽ ഈ അസറ്റ് വിൽക്കുമ്പോഴോ ഫുള്ളായിട്ട് ആ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം ഈ ഡി അയാൾക്ക് എലിജിബിലിറ്റി ഇല്ലെങ്കിലും അത് ചോദിക്കാതിരിക്കണം അല്ലെ? ദാറ്റ് ക്യാൻ ഹാപ്പൻ. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് അയാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്രയും കാലം എ, ബി ആൻഡ് സി അല്ലെങ്കിൽ പഴയ പാർട്ട്നേഴ്സ് ഉണ്ടാക്കി വെച്ചിരുന്ന ലാഭവും നഷ്ടവും എല്ലാം നമ്മൾ ഒന്ന് റീഅസസ് ചെയ്യാണ്. എന്നിട്ട് റീഅസസ് ചെയ്തിട്ട് ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനൊക്കെ ഡീനെ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം ശരിക്കും എത്രയാണോ വില അതിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം, റീവാല്യൂ ചെയ്ത് വെക്കണം. റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇമാജിൻ നമ്മൾ റീവാലുവേഷൻ നടത്തി എന്ന് വെക്കാം. 1/5 റീവാലുവേഷൻ നടത്തി. റീവാലുവേഷൻ നടത്തിയപ്പോൾ ഈ അസറ്റ് 35 ലക്ഷമായിട്ട് നമ്മൾ 50 ലക്ഷം നമ്മൾ പറഞ്ഞു അല്ലെ? 50 ലക്ഷമായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്ത് വെച്ചു. 50 lakhs. 50 lakhs. ഒരു മാസങ്ങൾക്ക് ശേഷം കമ്പനി അടച്ചുപോയി, പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപോയി ആൻഡ് ലാൻഡ് വാസ് സോൾഡ് ഫോർ 51 lakhs. എത്ര രൂപ ലാഭം നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ? 1 lakh. കാരണം അതിനു മുൻപുണ്ടായിരുന്ന 35 ലക്ഷം ഡീനെ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം റീവാലുവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ റീവാലുവേഷന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പ്രോഫിറ്റ് എന്ന് കാണിച്ചാൽ അത് ആർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ? പഴയ പാർട്ട്നേഴ്സിന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഡിക്ക് ലാഭം കിട്ടും. അയാൾ വന്നതിന് ശേഷം ഈ അസറ്റിന്മേൽ പിന്നെയും ഒരു ഇൻക്രിമെന്റ് തന്നിട്ടുണ്ട് 1 lakh. ആ 1 lakhന്റെ ഒരു പങ്ക് ഡി വാങ്ങിച്ചോട്ടെ. ബിക്കോസ് ദാറ്റ് ടൈം ഹി വാസ് ദെയർ. അയാളുടെ പ്രസൻസ് ആ ബിസിനസ്സിനുണ്ടായിരുന്നു. അയാൾ വർക്ക് ഒന്നും ചെയ്യണമെന്നില്ല. അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അയാളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. For that 1 lakh he can show an eligible, he can come and ask for a claim, but not for the entire 36 lakhs in which he doesn't have any role to the extent of 35 lakhs. 36 lakhിൽ 1 ലക്ഷം രൂപ അയാൾ വന്നതിന് ശേഷമാണെന്ന് പറയാം. അതിനു മുൻപ് അയാൾ ഒന്നും അറിയാത്ത അയാളുടെ പ്രീവിയസ് പാർട്ട്നേഴ്സിന്റെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ ഡിസിഷൻസും തീരുമാനങ്ങളും കൊണ്ടും വന്ന ഇൻക്രിമെന്റ് മാത്രമല്ല ഡിക്രീസും ആയിക്കോട്ടെ അയാൾ എന്തിനു സഹിക്കണം. ഇനി ഇത് തിരിച്ചായിരുന്നെങ്കിലോ? 15 ലക്ഷം രൂപയുടെ അസറ്റ്, ഇയാൾ വരുന്ന ഈ അസറ്റിന് 10 ലക്ഷം രൂപയുള്ളൂ. റീവാലുവേഷൻ നമ്മൾ നടത്തിയില്ല. അപ്പൊ അതായത് നമ്മൾ ഇപ്പോഴും ബുക്സിൽ 15 ലക്ഷം എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് ഒരു മാസങ്ങൾക്ക് ശേഷം ബിസിനസ് അടച്ചപ്പോൾ we are going to show it that ഈ അസറ്റ് നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ 7 ലക്ഷം രൂപ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്കാണ് റീവാലുവേഷൻ ഒന്നും നടത്താതെ ഇരുന്നെങ്കിൽ 7 ലക്ഷത്തിന് വിറ്റു. വിൽക്കുമ്പോൾ എത്രയാണ് നഷ്ടം വന്നിരിക്കുന്നത്? 8 ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടല്ലേ? ആ 8 ലക്ഷത്തിന്റെ നഷ്ടവും ആര് ബെയർ ചെയ്യേണ്ടി വരും? ഇത് വിൽക്കുന്ന അന്ന് ആരൊക്കെ പാർട്ട്നേഴ്സ് ആയിരുന്നു അവരെല്ലാവരും ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിയും ബെയർ ചെയ്യേണ്ടി വരും. പക്ഷെ ഡി ചോദിക്കണം, ഞാൻ വെറും ഒരു മാസമല്ലേ നിന്നുള്ളൂ,
ആ ഒരു മാസം കൊണ്ട് എനിക്ക് 8 ലക്ഷത്തിന്റെ ഒരു പങ്ക് ലോസ് ആയിട്ട് നയിക്കേണ്ടി വരുമോ? വൈ എന്നുള്ളത് ഡിക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ഗെയിൻ ചെയ്തിരിക്കുന്ന ആരാണ്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. കാരണം 15 ലക്ഷത്തിൽ നിന്ന് ഡി വന്നപ്പോൾ ശരിക്കും ഇത് 10 ലക്ഷമായി കുറഞ്ഞിരുന്നു. അതായത് എത്ര ലക്ഷത്തിന്റെ നഷ്ടമുണ്ട്? 5 ലക്ഷത്തിന്റെ നഷ്ടം അന്ന് തന്നെ ഉണ്ടായിരുന്നു. സോ 5 ലക്ഷം രൂപ ലോസ് ശരിക്കും സഹിക്കേണ്ടിയിരുന്നത് എ, ബി ആൻഡ് സി ആണ്. പക്ഷെ അവരത് റീവാല്യൂ ചെയ്യാതെ എന്ത് ചെയ്തു? 15 ലക്ഷത്തിൽ തന്നെ അസറ്റ് കാണിച്ചു. എന്നിട്ട് 7 ലക്ഷം വിറ്റപ്പോഴാണ് ഫുൾ ലോസ് കാണിച്ചത്. അപ്പോൾ 8 ലക്ഷം ലോസും ആരും കൂടെ ഷെയർ ചെയ്യേണ്ടി വന്നു, ഡിയും കൂടെ ചേർത്ത് ഷെയർ ചെയ്തു. പക്ഷെ ഐഡിയലി സ്പീക്കിംഗ് 10 ലക്ഷം അയാൾ ജോയിൻ ചെയ്തപ്പോൾ ആ അസറ്റിന്റെ വാല്യൂ അല്ലെ വർത്ത് 10 ലക്ഷം ഉള്ളത്, അതിൽ നിന്നാണ് 7 ലക്ഷത്തിന് വിറ്റത്. അപ്പം 3 ലക്ഷം മാത്രമാണ് ഡി ശരിക്കും ഷെയർ ചെയ്യേണ്ടത്. കാരണം അയാൾ വന്നതിന് ശേഷം സംഭവിച്ച മാറ്റം അത് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ചെയ്യാതിരുന്നത് വഴി 8 ലക്ഷം തുടങ്ങിയപ്പോൾ മുതലുള്ള നഷ്ടം മുഴുവൻ ഇയാള് ബെയർ ചെയ്യേണ്ടി വന്നു. സോ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നടത്തി. ഇതേപോലെ തന്നെ ലയബിലിറ്റിയുടെ കേസസ്. അപ്പോൾ ഇങ്ങനെ ഒരു റീവാലുവേഷൻ നടത്തി പുതിയ എന്തെങ്കിലും ലയബിലിറ്റി റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നോ, അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അതൊന്നും റീഅസസ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് either old partners can be at a loss or new partners will be at a loss in future cases. അപ്പോൾ അതൊന്നും നടക്കാതിരിക്കാനും ഇവരെ ഈ ഇവന്റ് ഓഫ് അഡ്മിഷൻ എന്ന് നടത്തുന്നു അന്ന് എല്ലാം പ്രോപ്പർലി പുതിയൊരു ഫേമിലേക്ക് അയാൾ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓൾറെഡി അന്ന് വരെയുള്ള അസറ്റും ലയബിലിറ്റി ഒക്കെ കാണിച്ച് തന്നെ അയാളെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഈ ഒരു എറേഴ്സും അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനും നല്ലതാണ്. അപ്പോൾ ബെറ്റർ പ്രസന്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടെ ആണ്. ആൻഡ് ആപ്റ്റ് പ്രസന്റേഷനും അങ്ങനെ തന്നെയാണ്. സോ therefore the first step will be to revalue all assets and liabilities on the date or at the time of admission. 2 മാസങ്ങൾക്ക് മുന്നേ ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കട്ടെ. അയാളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒന്ന് റീഅസസ് ചെയ്യുക. ഇനി എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനും മാറ്റം വരണമെന്ന് നിർബന്ധമില്ല. മാറ്റം വന്നാൽ അത് ബുക്സിലേക്ക് കൊണ്ടുവരിക. സോ ദാറ്റ് ഫ്യൂച്ചറിൽ ആർക്കും ഒരു നഷ്ടം വരാതിരിക്കട്ടെ. അപ്പോൾ റീവാലുവേഷൻ നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഈ റീവാല്യൂ ചെയ്ത് വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു ലാഭം വരും അല്ലെങ്കിൽ ഒരു നഷ്ടം വരും അല്ലേ. അതിന് റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെ ലോസ് എന്നാണ് പറയുന്നത്. Revaluation profit or loss, and this will go to അല്ലെങ്കിൽ ഇതിന്റെ profit or loss will go to the old partners capital account. Old partners capital account in their old profit sharing ratio. കാരണം ഇത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും പഴയ ആൾക്കാരുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് അല്ലെ, പഴയ ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് വന്ന ഒരു നഷ്ടവും അല്ലെങ്കിൽ ലാഭമാണല്ലേ. അപ്പൊ പഴയ ആൾക്കാർക്കായിരിക്കണം അതിൽ മേല് റൈറ്റ്സ് ഉണ്ടാവുക. So these are the two things. And after this stage പിന്നെ ആ പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. കാരണം എല്ലാ അസറ്റ് ആൻഡ് ലയബിലിറ്റി പ്രോപ്പർലി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ റീവാലുവേഷൻ നമ്മൾ പറഞ്ഞതൊക്കെ റൂട്ട് ചെയ്യാൻ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, വിച്ച് ഇസ് കോൾഡ് റീവാലുവേഷൻ അക്കൗണ്ട്. Revaluation account. And let us take up an example of ലാൻഡിന്റെ കേസ് തന്നെ. 15 ലക്ഷം എന്നുള്ളത് ഡീനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ 50 ലക്ഷം നമ്മൾ അസ്യൂം ചെയ്താൽ 50 ലക്ഷമായി മാറി. സോ എന്തായിരിക്കും എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? Entry will be, we will prepare something called revaluation account എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. Revaluation account നമ്മൾ പ്രിപ്പയർ ചെയ്യും. And what will be the entry? Your land is getting appreciated. Land in the asset value കൂടുകയാണ്. So when an asset has to increase, you debit the asset and you will credit revaluation account. അപ്പോൾ ഓർക്കുക, റീവാലുവേഷന്റെ സ്റ്റേജിലെ എൻട്രീസിൽ ഒരു സൈഡ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എപ്പോഴും റീവാലുവേഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡാണ് ഒരു അസറ്റ് ഓർ ലയബിലിറ്റി ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബൈ ലാൻഡ് എത്ര രൂപയുടെ ഇൻക്രിമെന്റ് ആണ് നമ്മൾക്ക് കാണിക്കാനുള്ളത്? 35 lakhs. ആൻഡ് ലാൻഡ് അക്കൗണ്ടിൽ നമ്മൾ പോയി ടു റീവാലുവേഷൻ എന്ന് പറഞ്ഞ് 35 ലക്ഷം കാണിക്കും. ഓൾറെഡി ഓപ്പണിംഗ് 15 ലക്ഷം ഉണ്ടായിരുന്നു. ആ 15-35 കൂടെ ആഡ് ആയി 50 ലക്ഷമായിട്ട് അസറ്റ് വരും. ഇനി റീവാലുവേഷൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെക്കാം, വിച്ച് മീൻസ് ഇറ്റ്സ് എ പ്രോഫിറ്റ് കേസ് അല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഓൾഡ് പാർട്ട്നേഴ്സ്. നമ്മളുടെ എക്സാമ്പിളിൽ എ, ബി ആൻഡ് സി ആയിരുന്നു ഓൾഡ് പാർട്ട്നേഴ്സ്. അവർക്ക് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഈ 35 ലക്ഷം അല്ലെങ്കിൽ ലാഭം എത്രയാണോ മിച്ചം ബാലൻസിങ് ഫിഗറിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ
ഹാൻഡിൽ ചെയ്യുന്നത്. അതിനുശേഷം ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ നോർമൽ വേ. ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിരിക്കാം അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനോട് ഒപ്പം. ഇനി അടുത്ത ഒരു പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത്, അറ്റ് ദ ടൈം ഓഫ് റീവാലുവേഷൻ അസറ്റ്സ് ഒക്കെ റീവാല്യൂ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, if any accumulated profit or loss is lying in any ledger in balance sheet. ഏതെങ്കിലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും റിസർവുകളൊക്കെ പ്രോഫിറ്റ് പി ആൻഡ് എല്ലിൽ നിന്ന് മാറ്റി റിസർവ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസോ അങ്ങനെ എന്തെങ്കിലും പ്രോഫിറ്റ് ഓർ ലോസ് അക്യുമുലേറ്റ് ആയി കിടക്കുന്ന എമൗണ്ട്സ് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഈ പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതും വന്നിരിക്കുന്നത് ഇത്രയും നാളും കൊണ്ട് അക്യുമുലേറ്റ് ആയി വന്നിരിക്കുന്നത് പഴയ പാർട്ട്നേഴ്സിന്റെ കാരണങ്ങൾ കൊണ്ടാണ് അല്ലെ, പഴയ പാർട്ട്ണർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ അതിന്റെ ബെനിഫിറ്റ് ആർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, അതിന്റെ എഫക്റ്റ് only to old partners. So the next step will be to transfer any such reserves or losses accumulated in balance sheet at the time of admitting a new partner. This transfer should be done to the old partner's capital account. Old partner's capital account in their old profit sharing ratio. പഴയ പാർട്ട്നേഴ്സ് കൊണ്ടാണ് റിസർവ് വന്നത്, അപ്പോൾ അവർക്ക് നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് another important point. Yeah. And finally we have a concept called hidden goodwill, which we will learn through a problem. നമ്മൾക്കിപ്പോൾ questions ചെയ്തു തുടങ്ങാം, which from the study material to discuss what we have already gone through as theory of admission of a partner. Illustration number 1. The following is the balance sheet of Ram and Mohan, who shares profits in the ratio 3:2 as on January 1st, 2016. Liabilities തന്നിട്ടുണ്ട്, ക്യാപിറ്റലും പേയ്മെന്റ്സും ബിൽഡിംഗ്സ് അസറ്റ് തന്നിട്ടുണ്ട്. On this date, Shyam was admitted on the following. He is to pay 25,000 as his capital and 10,000 as his share of goodwill for 1/5 share in profits. The new profit sharing ratio will be 5:3:2. The assets are to be revalued as under building, plant and machinery, inventory, trade receivables because of doubtful debts. It was found there was a liability of 1,500 for goods received but not recorded in books. Give journal entries to record the above. Also give balance sheet of the partnership firm after Shyam's admission. അപ്പോൾ നമ്മളുടെ റീവാലുവേഷൻ എല്ലാം ജേർണൽ എൻട്രി വഴി ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ചെയ്തു തുടങ്ങാം. ഇനി ജേർണൽ എൻട്രി തന്നെ ആവണമെന്നല്ല, ചിലപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടും ചോദിക്കാറ് ഉണ്ട്. സോ ഇല്ലസ്ട്രേഷൻ അപ്പോൾ ജേർണൽ എൻട്രീസ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം ശ്യാമിനെ അപ്പോയിന്റ് ചെയ്തു അല്ലെ, അഡ്മിറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ്? ജനുവരി 1. അന്ന് അയാൾ ക്യാപിറ്റലും കൊണ്ടുവന്നു, അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഷെയർ ഓഫ് ഗുഡ്വില്ല് കൊണ്ടുവന്നത് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മളത് എന്തായിട്ട് കൊടുക്കണം, അതായത് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിങ് റേഷ്യോയിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഹീസ് ടു പേ എന്നാണ് പറയുന്നത്. സോ ഹീസ് ടു പേ 25,000 ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് 10,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അപ്പോൾ അയാൾ ശരിക്കും എത്ര രൂപയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക? ഹി വുഡ് ഹാവ് ബ്രോട്ട് ദ എൻറ്റയർ 35,000 rupees അല്ലേ. സോ 1st Jan 2016 ശ്യാം കൊണ്ടുവന്നത് 25 plus 10,000. അയാൾ അന്നാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. $35,000. ഇനി ഇതിൽ 10,000 രൂപ ഗുഡ്വില്ലിന് വേണ്ടിയുള്ളതാണ് അയാളുടെ ഷെയർ. അപ്പോൾ ആ ഗുഡ്വില്ലിന്റെ എമൗണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു ദ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ. ഇനി ആ പൈസ ബാങ്കിൽ തന്നെ കിടക്കും, അതായത് പാർട്ട്ണർഷിപ്പിന്റെ ബാങ്കിൽ അക്കൗണ്ടിൽ തന്നെ കിടക്കും. അത് വിഡ്രോ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ അടുത്ത എൻട്രികൾ മാത്രം റെക്കോർഡ് ചെയ്യാനുള്ളൂ. വിഡ്രോവൽ ബൈ റെസ്പെക്റ്റീവ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ഒന്നും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കും. അതിനൊരു വർക്കിംഗ് നോട്ട് വഴി ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സാക്രിഫൈസിങ് റേഷ്യോ. റാം ആൻഡ് മോഹൻ ആയിരുന്നു, അവരുടെ 3:2 ആയിരുന്നു റേഷ്യോ അല്ലേ. സോ റാമിന്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ പഴയ റേഷ്യോ ആയിരിക്കും കൂടുതൽ. സോ ഓൾഡ് റേഷ്യോ മൈനസ് Ram, Mohan and Shyam 5:3:2 ആണ്. So 5/10 അല്ലേ.
So therefore we can say 1/10 ആണ് Ram's sacrificing ratio. What about Mohan? Mohan's share of profit was old profit sharing ratio 2/5 and new profit sharing ratio was 3 out of 10. Therefore, so 1/10 again. അതായത് sacrificing ratio is 1:1. Sacrificing ratio. Ram Mohan is 1:1. അപ്പോൾ ഈക്വലി ആയിരിക്കണം ഗുഡ്വില്ലിന്റെ പോർഷൻ ഇവര് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ഇതിനൊക്കെ നറേഷൻ എഴുതിക്കൊള്ളുക ആപ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റാംസ് ക്യാപിറ്റൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനാണ് ഇത് കിട്ടേണ്ടത് അല്ലേ. സോ 10,000 ആണ് ഗുഡ്വിൽ ആയിട്ട് വരുന്നത്. സോ 10,000 ഈക്വലി സ്പ്ലിറ്റ് ചെയ്യണം. 5,000 each to Ram's capital and to Mohan's capital. This is for goodwill. G bar W എന്നുള്ളത് ഗുഡ്വില്ലിന്റെ ഷോർട്ട് ഫോം ആണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ കിട്ടിയതിന് ശേഷം അസറ്റ്സ് നമ്മൾ റീവാല്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. അസറ്റ്സ് റീവാല്യൂ ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബിൽഡിംഗ് 25,000 ആണ്. ഓൾറെഡി ബിൽഡിങ്ങിന് എത്ര ഉണ്ടായിരുന്നു? 18,000. അപ്പോൾ ബിൽഡിംഗ് കൂടിയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 12 ആയിട്ട് റീവാല്യൂ ചെയ്തു. ഓൾറെഡി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 15 ആണ്. അപ്പോൾ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻവെന്ററീസ് 12,000 തന്നെ ഓൾറെഡി ഇൻവെന്ററി 12,000 ആണ്. ഇനി ട്രേഡ് റിസീവബിൾസ് 9,500 ആയി 10,000 ആയിരുന്നു. അതിന്റെ കാരണം ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണെന്ന് പറയുന്നു അല്ലേ. സോ ലെറ്റ് us record all those journal entries. അപ്പോൾ ജേർണൽ എൻട്രി ഇവിടെ നോക്കിയാൽ അറിയാം. പ്ലാന്റ് ആൻഡ് മെഷീനറി കുറഞ്ഞു, ട്രേഡ് റിസീവബിൾസ് കുറഞ്ഞു, ഇൻവെന്ററിയിൽ ഒരു മാറ്റമില്ല, ബിൽഡിംഗ് കൂടി. അപ്പോൾ അതെല്ലാം നമ്മൾക്കൊരു ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം അല്ലേ. ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. റീവാലുവേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് വരുന്ന എൻട്രി എന്താണ്? when an asset increases, because asset അക്കൗണ്ടിലേക്ക് ഡെബിറ്റും റീവാലുവേഷനിലേക്ക് ക്രെഡിറ്റും വരും. ഐ ബിലീവ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഡെബിറ്റ് ആയിരുന്നെങ്കിൽ ഇറ്റ്സ് റോങ്. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് വരുന്നത് when asset increases. അങ്ങനെ അസറ്റ് ഇൻക്രീസ് ഉള്ളത് ഒറ്റ ഒരു ലൈൻ ഐറ്റത്തിനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഒരു അസറ്റിനേ ഉള്ളൂ, ബിൽഡിംഗ്. സോ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. എത്രയാണ് റീവാലുവേഷൻ ചെയ്ത് വന്നിരിക്കുന്നത്? 18,000 നിന്ന് 25,000 ആയി. അപ്പോൾ നമ്മൾ ഇൻക്രീസ് മാത്രം കാണിക്കുക. 25,000 മൈനസ് 18,000 ദാറ്റ് ഈസ് 7,000 rupees. ഇനി അടുത്തത് അസറ്റ്സ് എല്ലാം കുറഞ്ഞത് പ്ലാന്റ് ആൻഡ് മെഷീനറിയും ട്രേഡ് റിസീവബിൾസ് ആണ്. അപ്പോൾ ഇതെല്ലാം കുറയുകയാണെങ്കിൽ വിച്ച് മീൻസ് ഈ അസറ്റിനെല്ലാം ക്രെഡിറ്റും റീവാലുവേഷന് ഡെബിറ്റുമാണ് ചെയ്യേണ്ടത് അല്ലേ. സോ therefore റീവാലുവേഷന് ഡെബിറ്റ് ചെയ്യുന്ന എൻട്രീസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതൊന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ഡെബിറ്റ് വരേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി കുറഞ്ഞിട്ടുണ്ട് അല്ലേ. 15,000 നിന്ന് 12,000 ആയി, വിച്ച് മീൻസ് 3,000 കുറവ് ഉണ്ട്. Then we had trade receivables because of doubtful debts. അപ്പോൾ അതൊന്നെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണെങ്കിൽ അത് ഒരു ലയബിലിറ്റി ആയിട്ട് വരും, എന്നാലും ക്രെഡിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ട്രേഡ് റിസീവബിൾസിലേക്ക് ഡയറക്റ്റ്ലി ചെയ്യുകയാണെങ്കിലും ക്രെഡിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രത്യേകത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞത് കാരണം ഇറ്റ് ഈസ് നോട്ട് ഷുവർ ദാറ്റ് ബാഡ് ഡെറ്റ്സ് ആയി എന്നുള്ളത്, ഡൗട്ട്ഫുൾ മാത്രമാണ്. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിരിക്കും ആപ്റ്റ് യൂസേജ് ഓഫ് ദിസ് എൻട്രി. ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഒരു പുതിയ ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പുതിയ പ്രൊവിഷന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളത് എങ്ങോട്ടേക്ക് പോകും? റീവാലുവേഷൻ. സോ റീവാലുവേഷൻ ഡെബിറ്റിൽ അതും നമുക്ക് എഴുതാം. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്.
എന്ന് പറയുന്നു. ബാഡ് ഡെറ്റ്സ് എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ട്രേഡ് റിസീവബിൾസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് എഴുതിയത് കാരണം വി ക്യാൻ സേ ഇറ്റ് ഇസ് നോട്ട് യെറ്റ് എ ലോസ്. നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രൊവിഷൻ ആയിട്ട് കാണിക്കണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അതും കാണിച്ചു കഴിഞ്ഞു. ഇനി അസറ്റിന്മേൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഒന്നും തന്നെ ഇല്ല. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. അവിടെ പറയുന്നു it was found that there was a liability for 1500 for which goods were received but not recorded in books. സാധനം കയ്യിൽ കിട്ടി പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. അതായത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ട്രേഡ് പേയബിൾസ്. അത് ഇതുവരെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് റീവാലുവേഷൻ അല്ല, റീ അസസ് ചെയ്താണ് നമ്മളുടെ ലൈബിലിറ്റിയും അസറ്റ് ഒക്കെ. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തു ഒരു ലൈബിലിറ്റി റെക്കോർഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതും നമ്മൾ ബുക്സിലേക്ക് കൊണ്ടുവരണം. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻക്രിമെന്റ് ഓർ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റി. ഇറ്റ് ഇസ് ഓൾസോ to reassess whether any assets and liabilities were not recorded till now which was actually existing in business. ബുക്സിലേക്ക് നമ്മൾ കൊണ്ടുവരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് പേബിൾസ് 1500 ഇൻക്രീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ട്രേഡ് പേബിൾസ് എന്ന് വെച്ചാൽ ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ അതിനെ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെയും ക്രെഡിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ആ ട്രേഡ് പേബിൾസിന്റെ എൻട്രിയും ഇതിനകത്തേക്ക് തന്നെ ഒരുമിച്ച് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു എൻട്രി എഴുതിയാലും കുഴപ്പമില്ല. എഫക്റ്റ് സെയിം ആയിരിക്കും ഓഫ് 1500. So we can say total revaluation debit ചെയ്യേണ്ടത് എത്ര രൂപയ്ക്കാണ്? 5000 rupees. Now that all revaluation related entries are over, the next step is to find the profit or loss by doing this revaluation. Revaluation credit എത്ര കിടപ്പുണ്ട്? 7000, debit 5000, which means നമ്മൾക്ക് ഒരു 2000 പ്രോഫിറ്റ് ആണ്. എങ്ങനെയാണ് 2000 പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? We will debit revaluation account to the extent of that profit and transfer it to the old partners in their old profit sharing ratio. That means to Ram's capital and to Mohan's capital. And our profit sharing ratio was 3:2. So 2000ന്റെ 3/5 Ramine kittum. അതായത് 1200 and Mohanu 2000ന്റെ 2/5. So which is 800. ഇത്രയും കൊണ്ട് ജേർണൽ എൻട്രീസ് തീർന്നു. ഇനി അടുത്തത് നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്? ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് ശ്യാം. സെയിം ഡേ തന്നെ. As on 1st Jan 2016. ഇനി അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓരോന്നോരോന്നായിട്ട് എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഏകദേശം ഒന്ന് ഓർക്കുക. വർക്കിംഗ് നോട്ടായിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല, കാരണം ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വർക്കിംഗ് നോട്ട് ക്വിക്ലി എഴുതിയാലും കുഴപ്പമില്ല. നൗ ഐ ഡു നോട്ട് ഫീൽ ഇറ്റ് ഈസ് റിക്വയർഡ്. സോ ദാറ്റ് നമുക്ക് ക്വിക്ലി ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓൾറെഡി റാമിന്റെ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 20000. ആ 20000ത്തിലേക്ക് റാമിന് ഒരു ക്രെഡിറ്റ് 5000 ഉണ്ട്. അപ്പോൾ 25000. അതിൻ്റെ കൂടെ റാമിന്റെ ക്യാപിറ്റൽ 1200 കൂടെ ക്രെഡിറ്റ് വന്നു. അപ്പൊ 25000ത്തിന്റെ കൂടെ 1200 എന്ന് പറയുമ്പോൾ 26200 റാമിന്റെ ക്യാപിറ്റൽ. വാട്ട് അബൌട്ട് മോഹൻസ് ക്യാപിറ്റൽ? മോഹൻ 25000 ആയിരുന്നു. അതിന് ഒരു 5000 വന്നു, അപ്പോൾ 30000 ആയി. അതിനുശേഷം ഒരു 800. സോ 30800 എന്ന് നമ്മൾക്ക് പറഞ്ഞു. Now what about ശ്യാം? ശ്യാം പുതിയതായിട്ട് വന്ന ഒരാളാണ്. സോ അയാളുടെ ആദ്യമേ ക്രെഡിറ്റ് ഒരു ക്യാപിറ്റൽ 35000 വന്നു. പിന്നീട് ആ ഗുഡ് വിൽ പോർഷൻ ട്രാൻസ്ഫർ വന്നു 10000. അപ്പോൾ നെറ്റ് വിൽ ബി ഓൺലി ദി ക്യാപിറ്റൽ പോർഷൻ ആയിട്ട് നമ്മൾ അവിടെ കാണിക്കാൻ പോകുന്നത് 25000. ഇനി അയാൾക്ക് പ്രോഫിറ്റ് ഒന്നും ഇവിടെ കിട്ടാനില്ല. സോ 25000 അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മൾക്ക് ട്രേഡ് പേയബിൾസ് ഉണ്ട്. ട്രേഡ് പേയബിൾസ് ഓൾറെഡി ഉള്ളതിൻ്റെ കൂടെ ഒരു 1500 ഈ ഒരു എൻട്രി വഴി നമ്മൾ വീണ്ടും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ഓരോ അസറ്റ് ആൻഡ് ലൈബിലിറ്റി എഴുതുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടോ അല്ലെങ്കിൽ എൻട്രിയോ നോക്കും. അസറ്റ്സിനൊക്കെ കൂടുതലും കുറവും ഒക്കെ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതിയത് അതിൻ്റെ എഫക്റ്റ് കാണിച്ച് വേണം ബാലൻസ് ഷീറ്റ് എഴുതാൻ. ഇപ്പോൾ ട്രേഡ് പേയബിൾസ് 1500 ഒരു ക്രെഡിറ്റും ഓൾറെഡി 15000 ഉണ്ടായിരുന്നു. സോ therefore we can say 15000 plus 1500 കാണിക്കണം, which is going to be 16500. Then we had a provision for doubtful debts. So provision for doubtful debts എന്ന് പറയുമ്പോൾ provision for doubtful debts
That was 500 rupees. Provision ആയതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് എഴുതിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് റിസീവേഴ്സിന് കുറച്ച് പ്രൊവിഷൻ ആയിട്ട് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. Then we had building. Now building ഓൾറെഡി നമ്മളുടെ ബുക്സിൽ 11,000 ആയിരുന്നു. അതിൽ ഇൻക്രീസ് 25,000 ആക്കിയത് അല്ലേ, റീവാലുവേഷൻ വഴി. 18,000 കൂടെ നമ്മുടെ റീവാലുവേഷൻ്റെ എൻട്രി ബിൽഡിങ്ങിലേക്ക് ഒരു ഡെബിറ്റ് 7,000 വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ 25,000 ആയിരിക്കും ഉണ്ടായിരിക്കുക. Then we had plant and machinery. Now plant and machinery നമ്മൾ 15 നിന്ന് 12 ആക്കി എഴുതി കുറച്ചു. So that will be the next asset. So plant and machinery 12,000. Then we had inventories, no change, അപ്പോൾ 12,000 books ഉണ്ടായിരുന്നത് അങ്ങനെ. Then we had trade receivables. അത് നമ്മൾ 500 ക്രെഡിറ്റിൽ കാണിച്ച പ്രൊവിഷൻ, അതുകൊണ്ട് 10,000 എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ സെറ്റ് ഓഫ് ഇവിടെ 9,500 വരുന്നത്. ഇനി അല്ല, ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ 9,500 കിട്ടിക്കോളും. ആൻഡ് ദെൻ വി ഹാഡ് ബാങ്ക് 5,000. ബാങ്കിൽ 5,000 മാത്രമാണ്, ഓൾറെഡി 5,000 ആയിരുന്നു. എന്നാൽ പുതിയ എൻട്രിയും കൂടെ നോക്കാം. പുതിയ എൻട്രിയിൽ ബാങ്കിലേക്ക് ഒരു 35,000 ശ്യാം കൊണ്ടുവന്നിരുന്നു. അത് ബാങ്കിൽ തന്നെ കിടപ്പുണ്ട് അല്ല, അതിനൊരു വിഡ്രോവൽ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ 35,000 എന്ന് പറയുമ്പോൾ we will have bank 40,000. Now see the total of this balance sheet. Which is 99,000 total. So I hope it is clear. Now let's move on to another quick concept, which is nothing but memorandum revaluation concept. Memorandum revaluation. Now memorandum revaluation, ഈ റീവാലുവേഷൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ അതിലേക്ക് ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അഡീഷണൽ ഒരു criteria add on ചെയ്തിട്ടുണ്ട്. What is that? Now when a partner is getting new partner is getting admitted, നമ്മൾ പറഞ്ഞു revaluation ചെയ്ത് assets and liabilities ഒക്കെ നമ്മൾ പുതിയ ലെവൽസിലേക്ക് കൊണ്ടുവരണം, അത് ലെവൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ. അത് തന്നെയാണ് മെമ്മോറാൻഡം റീവാലുവേഷനിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. വി വോണ്ട് ടു ഷോ ദ എഫക്ട് ഓഫ് ഓൾ ദീസ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ബട്ട് യു ഡു നോട്ട് വോണ്ട് ടു change the value of asset and liability as it was in the balance sheet at the time of admission. Balance sheet il admission de samayathu undarna asset and liability ide value എത്രയാണോ അങ്ങനെ തന്നെ അതിനെയും കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ലെഡ്ജറിൽ ഒരു ഇൻക്രീസോ ഡിക്രീസോ കാണിക്കാതിരിക്കാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ റീവാലുവേഷൻ്റെ എഫക്റ്റ് നമ്മൾ ബുക്സിലേക്ക് കൊണ്ടുവരികയും വേണം. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെ അങ്ങനെ ഒരു തീരുമാനം മ്യൂച്വലി പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിംഗ് ന്യൂ പാർട്ട്ണർ എടുത്തു കഴിഞ്ഞാൽ വി ഫോളോ മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. Now how do we record this? The first set of entries will be just similar to what we have done in revaluation. അതായത് അസറ്റ് കൂടുകയാണ്, അസറ്റിന് റീവാലുവേഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന് പകരം മെമ്മോറാണ്ടം റീവാലുവേഷനിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ബൈ ബിൽഡിംഗ് നമ്മളിപ്പോൾ ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെ. ബൈ ബിൽഡിംഗ് തരുന്നത് 8,000 രൂപ. അങ്ങനെ എല്ലാ എൻട്രീസും റെക്കോർഡ് ചെയ്യും. ആൻഡ് the profit we transfer, profit or loss as the case may be, we will transfer to the old partners in their old profit sharing ratio. ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് മെമ്മോറാണ്ടം റീവാലുവേഷൻ. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഒറ്റൊരു പാർട്ടേ ഉള്ളൂ, ഇവിടെ കൊണ്ട് തീരും. എന്നാൽ മെമ്മോറാണ്ടം റീവാലുവേഷനിൽ റീവാലുവേഷൻ ചെയ്തതുപോലെ തന്നെയുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. എന്നാൽ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ട് എന്താണ്? മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തെല്ലാം എഴുതിയോ അതിൻ്റെയൊക്കെ റിവേഴ്സൽ. So if in memorandum revaluation account in first part you had credited memorandum revaluation using building 8,000, in the second part you will debit memorandum revaluation through building
giving a 8,000 rupees. അപ്പോൾ ultimately building account-ന് എന്താണ് സംഭവം? ഒരു ക്രെഡിറ്റും വന്നു, ഒരു ഡെബിറ്റും വന്നു. അപ്പോൾ മെമ്മോറാണ്ടം റീവാലുവേഷൻ ഫസ്റ്റ് പാർട്ടിൽ റീവാലുവേഷൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തതിൻ്റെ റിവേഴ്സൽ. ദ ഓൺലി എക്സെപ്ഷൻ ആഫ്റ്റർ ദിസ് റിവേഴ്സൽ ഇസ് അവസാനം നമ്മൾക്കൊരു ലാഭമോ നഷ്ടമോ കിട്ടും അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് ലാഭമാണെങ്കിൽ രണ്ടാമത്തെ പാർട്ട് റിവേഴ്സൽ എഴുതുന്ന കാരണം അതൊരു നഷ്ടം പോലെ നമ്മൾക്ക് തോന്നും. ആ നഷ്ടം when we transfer to all partners including the new partner in their new profit sharing ratio. അതാണ് ഇതിന്റെ പ്രത്യേകത. In new profit sharing ratio. ഫസ്റ്റ് പാർട്ടിൽ റിവാലുവേഷൻ ചെയ്തതുപോലെ തന്നെ ലാഭമായാലും നഷ്ടമായാലും ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. സെക്കൻഡ് പാർട്ടിൽ അതേ എൻട്രീസിന്റെ ഒക്കെ റിവേഴ്സൽ കാണിക്കും. എന്നിട്ട് വരുന്ന ലാഭമോ നഷ്ടമോ പുതിയ പാർട്ട്ണർ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നോക്കുകയാണെങ്കിൽ അസറ്റിന് ഒരു ഡെബിറ്റ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ക്രെഡിറ്റും വരുന്നുണ്ട്, സെയിം ലെഡ്ജർ ഉപയോഗിച്ച്. അപ്പോൾ അസറ്റിന്റെ വാല്യൂസ് ഒന്നും മാറുന്നില്ല, എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വരുമ്പോൾ മോസ്റ്റ്ലി സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഒരു ഗെയിൻ പോലെയും ഗെയിനിങ് പാർട്ട്ണറായി പുതിയ പാർട്ട്ണർ മോസ്റ്റ്ലി ഒരു എക്സ്ട്രാ ഡെബിറ്റും വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ ഇതാണ് മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. When they want to show the effect of all revaluation of assets and liabilities, but they do not want to increase or decrease the value of assets as such. അതിൻ്റെയൊക്കെ എഫക്റ്റ് ബുക്സിലേക്ക് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് മെമ്മോറാണ്ടം റീവാലുവേഷൻ. നമുക്കൊരു പ്രോബ്ലം വഴി അതും ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. So illustration number 2 from the study material. A and B are partners sharing profits and losses in the ratio 3:2. The balance sheet as on 31st March 2016 is given below. Trade payables, capital accounts, assets എല്ലാം തന്നിട്ടുണ്ട് including bank. On 1/4/2016, they admit C on the following terms. C will bring 50,000 as capital and 10,000 for goodwill for 1/5 share. Provision for doubtful debts is to be made on trade receivables 2%. Inventory to be written down by 10%. Freehold premises revaluation. അടുത്ത point ആണ് important. Partners agreed that the value of assets and liabilities remain the same, and as such there should not be any change in their book values as a result of the above mentioned adjustments. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? റീവാല്യൂ ചെയ്യണം, പക്ഷേ ലെഡ്ജേഴ്സിന്റെ ഒന്നും ബാലൻസ് അൾട്ടിമേറ്റ്ലി മാറാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ലെഡ്ജർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. You are required to make adjustment in capital accounts of partners and show the balance sheet of new firm. അപ്പോൾ ബാലൻസ് ഷീറ്റും പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ചോദിച്ചിട്ടുണ്ട്. മെമ്മോറാണ്ടം റീവാലുവേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും, എന്നാൽ മാത്രമാണ് നമ്മൾക്ക് adjustment treat ചെയ്യാൻ പറ്റുകയുള്ളൂ. So starting with memorandum revaluation account. So first was C will bring provision for doubtful debts 2%. Trade receivables എത്രയാണ്? 25,000. അതിൻ്റെ 2% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ പ്രൊവിഷൻ ക്രെഡിറ്റ് ആണെങ്കിൽ ആദ്യത്തെ പാർട്ടിലേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മെമ്മോറാണ്ടം റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ പ്രൊവിഷനിലേക്ക് ഒരു ക്രെഡിറ്റ് പോവുകയുള്ളൂ. സോ 25,000 2%. സോ മെമ്മോറാണ്ടം റീവാലുവേഷൻ നമ്മൾ പ്രൊവിഷൻ ഫോർ doubtful debts. 5 and 10. Inventory to be written down by 10%. അതായത് കുറയ്ക്കണം വാല്യൂ. റിട്ടേൺ ഡൗൺ 30,000 റിട്ടേൺ ഡൗൺ ബൈ 10%. അപ്പോൾ 30,000-ന്റെ 10% കുറയ്ക്കണം. ഇനി ഇൻവെന്ററി കുറയണമെങ്കിൽ ഇൻവെന്ററിക്ക് ഒരു ക്രെഡിറ്റ് ആണ് പോകുന്നത്. അപ്പോൾ റീവാലുവേഷൻ ഒരു ഡെബിറ്റ് പോകണം അല്ലേ? സോ ടു ഇൻവെന്ററി 30,000 into 10%, which is 3,000.
ഇനി അടുത്തത് freehold premises is to be revalued at 2,40,000. ഇപ്പോൾ freehold premises 2 lakh ആണ്, അത് 2,40,000 ആണ്. അപ്പോൾ ഇൻക്രീസ് ആണ്, മെമ്മറാണ്ടം റീവാലുവേഷന് ക്രെഡിറ്റ് വരും ബൈ freehold premises. 2,40,000 ആയിട്ടാണ് കാണിക്കേണ്ടത്, ഓൾറെഡി അതിൻ്റെ വാല്യൂ 2 lakh ആണ്. So therefore we can say 40,000 ആണ് ഇൻക്രിമെന്റ് വരുന്നത്. അടുത്തത് plant at 35,000. So already plant in 40,000 and 35,000 ആണ്. അപ്പോൾ reduction in asset ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. Then furniture 25 and opposite. Furniture 20,000 ആയിട്ടുള്ളത് 25,000 ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഫർണിച്ചർ ആണ് ബൈ and office equipment 27,500. Office equipment 25,000 ആയിരുന്നു, അത് 27,500 ആണ്. അപ്പോൾ അത് കൂടുകയാണ്. അപ്പോൾ എല്ലാ റീവാലുവേഷനും കഴിഞ്ഞ സ്ഥിതിക്ക് ഫസ്റ്റ് പാർട്ടിലെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾക്ക് കണ്ടുപിടിക്കാം. $39,000 ആണ് കിട്ടുന്നത്. That is the profit. So that profit will be transferred to the old partners in their old profit sharing ratio. Old partners were A and B in 3:2 ratio. അപ്പോൾ അവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് A and B in 3:2 ratio. അവരുടെ റേഷ്യോ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. എമൗണ്ട് ഇസ് 39,000 ആണ്. അപ്പോൾ 39,000 ആണ് ടോട്ടൽ വരേണ്ടത്. 39,000 should be split as 3/5. So 23,400 ആയിട്ടും 15,600. So 39,000 is total profit. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്ത് അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെ ഒക്കെ വാല്യൂ ഇൻക്രീസും ഡിക്രീസും ചെയ്യാമായിരുന്നെങ്കിൽ ഇവിടം കൊണ്ട് നിന്നായിരുന്നു. പക്ഷെ നമ്മൾ മെമ്മറാണ്ടം റീവാലുവേഷൻ പ്രിപ്പയർ ചെയ്താണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഫസ്റ്റ് പാർട്ടിൽ ചെയ്തതിന്റെ റിവേഴ്സൽ ചെയ്തുള്ളത്. ഈ അവസാനത്തെ ഈ പോർഷൻ മാത്രം മാറ്റി വെച്ച, കാരണം അത് ഡയറക്ട്ലി റിവേഴ്സൽ അല്ല, പാർട്ട്നേഴ്സിന്റെ ലിസ്റ്റ് മാറും. സോ എല്ലാ എൻട്രിയും ഓപ്പോസിറ്റ് ചെയ്യും. അപ്പം ബൈ ഫ്രീ ഹോൾഡ് പ്രെമിസസ് നമ്മൾ 2 ആക്കും. 2 ഫ്രീ ഹോൾഡ് premises 40,000. And I believe furniture, that was 5,000. Office equipments 2,500. No, provision for doubtful debts 500. Inventory ഉണ്ടായിരുന്നു 3,000. Then plant 5,000. So എല്ലാ എൻട്രീസിന്റെയും റീവാലുവേഷന്റെയും റിവേഴ്സൽ എഴുതിയ സ്ഥിതിക്ക് the next step is to find again the profit and loss. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ റിവേഴ്സൽ എഴുതുമ്പോൾ ഒരു ലോസ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അല്ലേ. ആ ലോസ് തന്നെ നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബട്ട് ടു every partner including the new partner A, B and C in their new profit sharing ratio. പുതിയ profit sharing ratio എന്താണ്? പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾക്ക് തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. 1/5 അവരെ അഡ്മിറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് അല്ലെ. ആൻഡ് പഴയ ഷെയർ 3:2. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ആ വർക്കിംഗ് നോട്ട്സും കേസസും ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ഫൈൻഡ് ഔട്ട് ന്യൂ PSR. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ത് മാത്രമേ ഉള്ളൂ? എ ആൻഡ് ബിയുടെ ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട്. ഓൾഡ് PSR is 3:2. ആൻഡ് അടുത്ത ഇൻഫർമേഷൻ സിനെ 1/5 അഡ്മിറ്റ് ചെയ്തത്. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിമൈനിങ് പ്രോഫിറ്റ് ആഫ്റ്റർ സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്
remaining profit after C's share. How much is that? 1 ൽ നിന്ന് 1/5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 4/5 അല്ലേ? ആ 4/5 ആര് ഷെയർ ചെയ്യും? A and B in the new profit sharing ratio. So A's new share is going to be 4/5 അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ among the previous partners ആ ഒരു റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. So 12 divided by 25. B's new share is going to be remaining 4/5 2/5 എന്നുള്ള റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. So 8/25. And finally C's ഷെയർ നമ്മൾക്ക് അറിയാം which is 1/5. 1/5 ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ നമ്മൾ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ. So therefore the new profit sharing ratio, new PSR of A, B and C is going to be 12:8:5. ഇനി ഇത് മാത്രം മതിയോ? അല്ല, സി ഒരു ഗുഡ് വില് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്തും കൂടെ വേണം? സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് എ ആൻഡ് ബിയും കൂടെ വേണം. അപ്പോൾ അത് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. എയുടെ സാക്രിഫൈസിങ് റേഷ്യോ അയാളുടെ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ന്യൂ ഷെയർ ഇസ് 12, 8 and 15. So 12 out of 25 ആണ് വരുന്നത് അല്ലേ? So that will be 25. So 15 minus B. Bയുടെ sacrificing ratio 2/5 minus 8/25. So that is going to be 10 minus 8/5. So that is 2. So the sacrificing ratio of A and B is going to be 3:2. അപ്പോൾ ഈ 3:2 ഗുഡ് വില് കൊണ്ടുവന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടി 12:8:5. അപ്പോൾ ആ റേഷ്യോയിലായിരിക്കും നമ്മൾ ഈ 39,000 സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. 39 അല്ലേ കിട്ടുന്നത്? So 39,000 divided by 20. 1,000 divided by 25 into 12. 18,720. 12,480. 7,800. So these three put together you will get 39,000. So ഇതിന് ശേഷം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ 3 കോളങ്ങൾ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. A, B and C. എക്കും ബിക്കും ഓപ്പണിംഗ് ബാലൻസ് ആണുള്ളത്. സോ അതാദ്യം നമ്മൾക്ക് എഡിറ്റ് ചെയ്യാം. $2 lakh and $1 lakh. ഇനി അന്നത്തെ ദിവസം സി കുറച്ച് പൈസ കൊണ്ടുവന്നു അല്ലെ? സി എത്രയാണ് കൊണ്ടുവന്നത്? സി brought in 50,000 and 10,000. വിൽ ബ്രിങ് അപ്പൊ രണ്ടിനും ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കറിയാം സി കൊണ്ടുവന്നത് 60,000 രൂപയാണ്. ആ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. 60,000. ഈ 60,000 അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ 10,000 ആയിരുന്നു. ആ 10,000 ആരൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ. അതിന്റെ എൻട്രി എന്തായിരിക്കും? സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റും ചെയ്യും ആൻഡ് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെ ക്രെഡിറ്റും ചെയ്യും. So entry എന്താണ്? C's capital account debit to A's capital and to B's capital. അപ്പോൾ രണ്ട് ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് എയുടെ അക്കൗണ്ട് ഡെബിറ്റ് ആവുന്നത്. A's and B's capital. എമൗണ്ട് എത്രയാണ്? അത് വേണമെങ്കിൽ ഒരു വർക്കിംഗ് നോട്ടിൽ തന്നെ നമ്മൾക്ക് എഴുതാം. Therefore share of goodwill 10,000ന്റെ 3/5 എത്രയാണ്? 6,000. And for B it is going to be 4,000.
10,000 into 2/5. So our ratio we will split it. So 6,000 A ക്ക് വേണ്ടിയും 4,000 B ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ സിയുടെ അക്കൗണ്ടിൽ നിന്ന് ടോട്ടലി 60,000 ഡെബിറ്റ് ആയി. ഇനി എക്കും ബിക്കും അത് ക്രെഡിറ്റ് ആയിട്ട് കിട്ടണം. റീസൺ എന്താണ്? സീസ് ക്യാപിറ്റൽ. Therefore 6,000 and 4,000 നമ്മൾ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ക്രെഡിറ്റും ചെയ്യും. ഇനി അടുത്തത് എന്താണ്? മെമ്മറാണ്ടം റീവാലുവേഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട്സിനെ ഇതൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യും. ടു മെമ്മറാണ്ടം revaluation account and profit and loss. So ആദ്യത്തേത് പ്രോഫിറ്റ് ആണ് 23,400 15,600. So ഏറ്റവും ആദ്യം അതെ by memorandum revaluation ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് എന്ന് എഴുതിക്കൊള്ളുക. It is 23,400 and 15,600. And what about the second part of memorandum revaluation? It was a loss. And that was split by both all A, B and C. So therefore again to memorandum revaluation bracket loss on revaluation 18,720, 12,480 and 7,800. So once we have recorded all this, partners capital affect entries എല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ബാലൻസ് carried on a balancing figure. For A it is going to be $210,680. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മെമ്മറാണ്ടം റീവാലുവേഷൻ ഫോളോ ചെയ്യുമ്പോൾ ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സും വരുമല്ലേ? പക്ഷെ അവർക്ക് ക്രെഡിറ്റ് കിട്ടിയത് 23ഉം ഡെബിറ്റ് വന്നത് 18ആണ്. അതായത് അൾട്ടിമേറ്റ്ലി അവർക്കൊരു ലാഭമാണ് വരുന്നത്. പക്ഷേ പുതിയ പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ലോസ് വരും, വിച്ച് വാസ് നോട്ട് ദെയർ ഇൻ ദ കേസ് ഓഫ് നോർമൽ റീവാലുവേഷൻ. സാധാരണ റീവാലുവേഷൻ ആണെങ്കിൽ പ്രീവിയസ് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ കിട്ടിപ്പോയതിനെ ഈ പുതിയ പാർട്ട്ണറിന് ഒരു ഡെബിറ്റും അതിന്റെ പേരിൽ വരാനില്ല. പക്ഷെ മെമ്മറാണ്ടം റീവാലുവേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവരുടെ ക്യാപിറ്റലിൽ ഒരു അഡീഷണൽ ഡെബിറ്റ് വരും. അതാണ് ഈ മെമ്മറാണ്ടം റീവാലുവേഷൻ ഫോളോ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പുതിയ പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോബാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൽ എവറിഥിങ് വിൽ ബി സെയിം. ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വിൽ ബി സെയിം. അതായത് അസറ്റ്സ് freehold premises 2 lakh. അതായിരുന്നു നമ്മളുടെ ഉദ്ദേശം തന്നെ ഇത് ചെയ്യാൻ അല്ലേ? സോ freehold premises 2 lakh തന്നെ. Plant 40,000. Furniture 20, office equipment 25. Furniture 20, office equipment 25. Inventory is 30,000. Trade receivables 20,000, so 25,000. And finally bank. Bank മാത്രം റീവാലുവേഷൻ അല്ല നടക്കുന്നത്. ബാങ്കിന് ശരിക്കും ഒരു പൈസ കിട്ടുന്നുണ്ട് ആരുടെ കയ്യിൽ നിന്ന്? സിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. എത്ര കിട്ടി? 60,000. അപ്പോൾ ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? 10,000. ആ 10,000ത്തിന്റെ കൂടെ ഈ 60,000 കൂടെ ആഡ്, which is an actual entry അല്ലെങ്കിൽ actual receipt. So therefore bank alone you will show the increase because it was actually received. ബാക്കി ഒന്നിലും നമ്മൾ ആ ചേഞ്ച് വരുത്താത്തത്, that's because it's a മെമ്മറാണ്ടം റീവാലുവേഷൻ ആണ്, റിയലൈസ് ചെയ്തൊന്നും അല്ല. ഇനി അടുത്തത് ട്രേഡ് പേയബിൾസ് 50,000 തന്നെ. ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമ്മൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ അക്കൗണ്ട്സിലാണ് എഴുതുന്നത്. എ ബി ആൻഡ് സി. ഇന്നർ കോളത്തിൽ വേണമെങ്കിൽ എഴുതാം, അല്ലെ ഔട്ടർ കോളത്തിൽ സെപ്പറേറ്റ് എഴുതാം. എങ്ങനെ പ്രസന്റ് ചെയ്താലും അത് ഒരു തെറ്റല്ല, അൾട്ടിമേറ്റ് ടാലി ആയി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. 3 lakhs
ഇനി ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നുണ്ടോ? Will get tallied 4,10,000. അതായത് നമ്മൾ ഒരു അസറ്റ് ആൻഡ് ലയബിലിറ്റിയുടെയും വാല്യൂ കൂട്ടാതെയും കുറയ്ക്കാതെയും we still managed to get a tallied balance sheet after incorporating the new partners capital also. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെന്റും കൂടെ എങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട്, ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ആയി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരു ബാലൻസ്ഡ് ബാലൻസ് ഷീറ്റ് ഫിഗർ കിട്ടും. So this is how memorandum revaluation account will be worked out. Now let us take up illustration number 3 from the study material, which is going to talk about or help us in finding out hidden goodwill in the concept. So let us read. A and B are partners in a firm sharing profits and losses in the ratio of 3:2. Balance sheet of A and B as on 1st January was as follows: bank overdraft, payables, capital accounts, assets correlated. C was admitted to the firm and on the above date on the following terms. He is admitted for 1/6 share in future profits and to introduce a capital of 25,000. New profit sharing ratio 3:2:1. C is unable to bring in cash for a share of goodwill, but they decide to calculate goodwill on the basis of C's share in profits and the capital contribution made by him to the firm. Furniture is to be written down by 870 and inventory to be depreciated by 5%. Provision is required for trade receivables at 5%. Provision also to be made for outstanding wages 1,560. Value of building should be increased to 29,200 increase. Value of investments increase. It is found that trade payables include some 1,400 which is not to be paid off. അതായത് ഇനി pay off ചെയ്യണം. Prepare the following revaluation account and partners capital account. So let us do illustration number 2. ഇവിടെ illustration number 3. ഇവിടെ goodwill compute ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അയാൾ കൊണ്ടുവന്നിട്ടില്ല, എന്നാലും നമ്മൾ compute ചെയ്ത് adjustments നടത്തണം. So let us open revaluation as partners capital account ആദ്യം open ചെയ്തിടാം, എന്നിട്ട് we will go to the working mode. Revaluation account single column ആണ്. Partners capital account multiple column. നമുക്ക് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗുഡ്വിൽ ആണ്, ഹിഡൻ ഗുഡ്വിൽ. ഗുഡ്വില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾക്കത് അറിയില്ല. So let us find out the hidden goodwill. അതിന് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് സി ഷുഡ് ബ്രിങ് 1/6 ഷെയർ കിട്ടാൻ വേണ്ടി 25,000 അയാൾ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഇഫ് സീസ് ക്യാപിറ്റൽ is 25,000 to get 1/6 share in profit. Tell me how much will be the total capital that C should have brought to get the entire share in profit of the firm. So total capital to be brought in by C to get full share profit. അതായത് we can say 25,000 1/6 ആണെങ്കിൽ ഫുള്ള് കിട്ടാൻ എത്രയായിരിക്കണം കൊണ്ടുവരുന്നത്? 25,000 into 6/1 അല്ലേ, അങ്ങനെയാണല്ലേ ഫുള്ള് വരേണ്ടത്. 1/6 25,000 എങ്കിൽ 25,000 into 6/1 ആയിരിക്കും that capital which he should have brought to get the entire share of profit, which is 25,000 into 6, 1,50,000. So this we can say total capital of the firm. Total capital of the firm അല്ലെങ്കിൽ total capital to get the full share of profit എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് combined capital of A, B and C.
പുതിയ പാർട്ട്ണറേയും കൂടെ കൂട്ടി. എ എത്ര കൊണ്ടുവന്നിട്ടുണ്ട്, അല്ല എയുടെ ക്യാപിറ്റൽ എത്ര? 4436. സോ എ 44,000, ബി 36,000 ആൻഡ് സി കൊണ്ടുവന്നത് 25,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കമ്പൈൻഡ് ക്യാപിറ്റൽ എത്രയാണ്? 1,05,000 ആകുന്നുള്ളൂ അല്ലെ. 1,05,000 ആണ് ടോട്ടൽ ഇവരുടെ എല്ലാവരുടെയും ക്യാപിറ്റൽ ആണ്. എന്നാൽ ഫുൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സി കൊണ്ടുവന്ന് 25,000 വെച്ച് കമ്പ്യൂട്ടേഷൻ നടത്തുമ്പോൾ നമ്മൾ പറയുകയാണ് 1.5 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിഫറൻസ്? ദിസ് ഡിഫറൻസ് ഇസ് ദ ഹിഡൻ ഗുഡ്വിൽ. സോ therefore we can say this 1,50,000 which he should have brought in as the capital to get full share of profit minus the combined capital of all partners before any adjustments. That is, this is the hidden goodwill of the firm. Firmന്റെ goodwill ആണ്, അല്ലാതെ സിയുടെ മാത്രം ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ല, ഫേമിന്റെ മുഴുവനായിട്ടുള്ള ഗുഡ്വിൽ. Now if the goodwill of firm is 45,000, what is going to be C's share of goodwill? കാരണം അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. സോ C's share of goodwill will be 45,000 into 1/6, which is 7,500. And this 7,500 should be borne by A and B in their sacrificing ratio. Now what is sacrificing ratio of A and B? എയുടെ ഷെയർ, പഴയ ഷെയർ തന്നിട്ടുണ്ട് 3:2, പുതിയ ഷെയറും തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. എസ് സാക്രിഫൈസിങ് ഷെയർ എത്രയാണ്? സാക്രിഫൈസിങ് റേഷ്യോ ഓർ എസ് സാക്രിഫൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. 3/5 ആയിരുന്നു പണ്ട്, പുതിയത് 3/6 ആണ്. സോ therefore we can say 30. What about B's sacrifice? 2/5 and 2/6. So sacrificing ratio of A and B is 3:2. ഈ 3:2 അപ്പോൾ എന്ത് ഇവർ സ്പ്ലിറ്റ് ചെയ്യാൻ പോകും? 7,500 in sacrificing ratio. So that is 4,500 and 3,000 rupees. So 25,000 C കൊണ്ടുവന്നിട്ടുള്ളൂ ക്യാപിറ്റൽ ആയിട്ട്. പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എവിടെ നിന്ന് എടുക്കും? അപ്പോൾ നമ്മൾ ഗുഡ്വില്ലിന്റെ ചാപ്റ്ററിൽ പഠിച്ചാണ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നാൽ ബാങ്ക് എൻട്രിയിൽ അത് വരും, എന്നിട്ട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യും. ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ ക്യാഷ് കൊണ്ടുവന്നത് മുഴുവൻ ക്യാപിറ്റൽ ആയിട്ട് കാണിക്കും, എന്നിട്ട് അഡീഷണലി ക്യാപിറ്റൽ ഒരു ഡെബിറ്റും കൂടെ വരികയാണ് ചെയ്യുന്നത്. So this is how you compute hidden goodwill of the firm and ultimately hidden goodwill of the new admitting partners share of profit. So let us open these ledgers and find out. Our partners capital account നമ്മൾക്ക് simultaneously ഒന്ന് എഴുതി വെക്കാം. ഓപ്പണിംഗ് ബാലൻസ് ആദ്യമേ തന്നെ എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് 44,000 36,000 ആണ്. അതിലേക്ക് സീനെ അഡ്മിറ്റ് ചെയ്തു. സി ബാങ്കിലേക്ക് പൈസ കൊണ്ടുവന്നു, അയാളുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ 25,000. പിന്നെയുള്ളത് ഗുഡ്വില്ലിന്റെ എൻട്രി ആണ്. ഗുഡ്വില്ലിന്റെ എൻട്രി നമ്മൾക്ക് എമൗണ്ട് കിട്ടി. ഇതിന്റെ എൻട്രി എങ്ങനെയായിരിക്കും? ഗെയിനിങ് പാർട്ട്ണറിന്റെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 7,500 to A's capital 4,500 to B's capital 3,000. So ഇതിന്റെ എഫക്റ്റ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഗുഡ്വിൽ എന്ന് ബ്രാക്കറ്റിൽ നിന്ന് എഴുതിയാൽ നമ്മൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നോളും. സോ ഐ എം ജസ്റ്റ് ഗിവൻ ദാറ്റ്. ആൻഡ് ദെൻ സിയുടെ ക്യാപിറ്റലിന് ഇതൊരു ഡെബിറ്റ് ആയിട്ട് വേണം. എക്ക് കൊടുത്തതും ബിക്ക് കൊടുത്തതും നമ്മൾ ഓരോ ലൈനായിട്ട് ഉണ്ടായിരിക്കും എഴുതുന്നത്. സോ നമ്മൾ ഗുഡ്വില്ലിന്റെ എല്ലാ റെക്കോർഡിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾക്കുള്ളത് റീവാലുവേഷൻ ആണ് അല്ലേ. സോ റീവാലുവേഷൻ വിൽ ഗെറ്റ് കണ്ടിന്യൂഡ് ആസ് എ നോർമൽ കേസ്. നോർമൽ കേസ് എന്ന് വെച്ചാൽ ഇവിടെ ഫർണിച്ചർ
written down by 870. അതായത് കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. റൈറ്റ് ഡൗൺ ചെയ്യേണ്ടത് 870ക്കാണ്. അപ്പോൾ ഫർണിച്ചർ കുറയാണ് ചെയ്യുന്നത്. സോ റീവാലുവേഷൻ ഡെബിറ്റ് ചെയ്യും. ഫർണിച്ചർ 870 വെച്ച്. ഇൻവെന്ററി ഡിപ്രിഷിയേറ്റ് ചെയ്യണം 5%. സോ 21,400ന്റെ 5%, 1070. Then we had provision for doubtful debts 5%. 35,000ന്റെ 5% എന്ന് പറയുമ്പോൾ 1,750 ആണ്. 1,750 ആണ് വേണ്ടത്. ഓൾറെഡി ബുക്സിൽ എത്രയുണ്ട്? 200. അതായത് ഇനി എത്രയും കൂടെ ക്രിയേറ്റ് ചെയ്യണം? 1,550. ഇവിടെ പറയുന്നത് ട്രേഡ് പ്രൊവിഷൻ ഇസ് റിക്വയർഡ് ഫോർ ട്രേഡ് റിസീവബിൾസ് അറ്റ് 5% ഫോർ ബാഡ് ഡെറ്റ്സ്. സോ ട്രേഡ് റിസീവബിൾസ് എത്രയുണ്ട്? 35,000. ഇവിടെ ലെസ് പ്രൊവിഷൻ എഴുതിയത് നമ്മൾ ഓൾറെഡി ഇതുപോലെ പ്രൊവിഷൻ കണ്ടുപിടിച്ചതാണ്. അത് മറ്റൊരു ലെഡ്ജർ തന്നെയാണ്. ട്രേഡ് റിസീവബിൾസ് ഇസ് 35,000. ഈ ട്രേഡ് റിസീവബിൾസിന്റെ ആണ് ഈ പ്രൊവിഷൻ എന്ന് കാണിക്കാൻ അസറ്റ് സൈഡിൽ നമ്മൾ കുറച്ച് എഴുതുന്നതാണ്. സോ 35,000ന്റെ 5% ആണ് വേണ്ടത്. സോ വിച്ച് മീൻസ് ടു പ്രൊവിഷൻ ഫോർ doubtful debts വേണ്ടത് 35,000ന്റെ 2%, which is 1,750. ബട്ട് ഓൾറെഡി ബുക്സിൽ 200 ഉണ്ട്. അപ്പോൾ ഇനിയും അത് 1,750 തന്നെ കാണിക്കണോ? ഇല്ല, ബാക്കി 1,550 റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ 200 കൂടെ ഓപ്പണിംഗ് ബാലൻസ് വന്നു കഴിയുമ്പോൾ 1,750 ആയിക്കോളും. ദെൻ പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞ ഒരു ലൈബിലിറ്റി പുതിയതായിട്ടുണ്ട്. അപ്പോൾ ലൈബിലിറ്റി ആയത് കാരണം റീവാലുവേഷന് നമ്മൾ അതും ഡെബിറ്റ് ചെയ്യും. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,560. Value of building is to having appreciated be brought up to 29,200. അപ്പോൾ 26,000ൽ നിന്ന് അതിനെ 29,200 ആക്കണമെന്നാണ് പറഞ്ഞത്. സോ ബിൽഡിംഗ് ഇൻക്രീസ് ആയി increase should be up to 29. So 26,000 ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. So 3,200 increase. Value of investments is to be increased by 450. So by investments 450. Now find out if there is a profit or loss. Revaluation loss ഇല്ല, പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നിയർലി ക്ലോസ് ചെയ്താൽ മതി. ഇപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് എന്നത്തെ സ്ഥിതിക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒന്നും വരും. സോ ഇവിടെ കൊണ്ട് നമ്മൾക്ക് ലെഡ്ജർ ക്ലോസ് ചെയ്യാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. സോ A's ക്ലോസിംഗ് ബാലൻസ് വിൽ 48,500 and B will be 39,000 and C will be 25 minus 17,500. So this is the capital account closing balances which will be taken to balance sheet. Yeah. So with that we complete illustration number 3 also. ഇനി ഇലസ്ട്രേഷൻ നമ്പർ 4 നമ്മൾ ചെയ്യുന്നില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നിങ്ങൾ തനിയെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇലസ്ട്രേഷൻ 4 എന്തിനെ കുറിച്ചാണെന്ന് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും റിസർവ്സോ അക്യുമുലേറ്റഡ് ലോസസോ ഉണ്ടെങ്കിൽ പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് നമ്മൾ പഴയ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർക്ക് കൊടുക്കണമെന്ന്. ആ ഒരു കോൺസെപ്റ്റ് പറയാനുള്ള ഒരു ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കിയെല്ലാം നിങ്ങൾ തനിയെ ചെയ്തുകൊള്ളും. Amount is general Dalal Banerjee and Malika partners in a firm sharing 2:1 profit sharing ratio. Mistry എന്ന് പറയുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി അതെല്ലാം തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ജനറൽ റിസർവ് വിൽ ബി ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിലും ഇറ്റ് ഐഡിയലി ഷുഡ് ബി ട്രാൻസ്ഫർ ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ജനറൽ റിസർവിൽ എത്രയാണ്? 6,500. നമ്മൾ ഈ 6,500 എങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്? ഓരോ ഓൾഡ് പാർട്ട്ണറിനെയും ക്യാപിറ്റലിലേക്കാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കാണിക്കും. ദലാൽ 12,000, ബാനർജി 12,000, മാലിക് 5,000. അതിന് തൊട്ട് താഴെ നമ്മൾ ഒരു ലൈൻ ഐറ്റം കൂടെ എഴുതും ബൈ ജനറൽ റിസർവ്. ജനറൽ റിസർവിന് എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക അല്ലേ?
So illustration number 4. General reserve credit balance ആണ് ഉണ്ടാവുക. അതിനെ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് മാറ്റണം. അതായത് ജനറൽ റിസർവ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. So general reserve account debit. Reserve account debit 6,500. 6,000. It should be given to all the old partners in their old profit sharing ratio. So Dalal's capital, Banerjee and Malik. And their old profit sharing ratio was 2/5, 2/5 and 1/5. 2:2:1 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. So therefore ഈ 6,500നെ 2,600 ദലാലിന്റെ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ്, ബാനർജിയുടെ 2,600, മാലിക്കിന്റെ 1,300 ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അത് മാത്രമാണ് അഡീഷണൽ ആയിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു എൻട്രി. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബൈ ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് ബൈ ജനറൽ റിസർവ് എന്ന് പറഞ്ഞ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത എൻട്രി നമ്മൾ റെക്കോർഡ്, എന്നിട്ട് പിന്നെ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെന്റ്, അതെല്ലാം അങ്ങനെ തന്നെ പോകും. സോ ഈ ഒരു അഡീഷണൽ പോയിന്റ് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദിസ് ഓൾസോ യു ബ്രിങ് ഇൻ ടു യുവർ ബുക്സ് വെൻ യു വർക്കിംഗ് ഓൺ ദിസ് പ്രോബ്ലം ആൻഡ് ദെൻ യു ക്യാൻ ട്രൈ ദിസ് പ്രോബ്ലം as a homework question. Now I am going to take up another question. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ തനിയെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും വായിച്ചു നോക്കാനൊക്കെ വേണം. അപ്പോൾ ഇല്ലസ്ട്രേഷൻ നമ്പർ 5 ഒക്കെ നിങ്ങൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ. ഇല്ലസ്ട്രേഷൻ നമ്പർ 7 അത് പെട്ടെന്ന് വായിക്കാം. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 2 പാർട്ട്നേഴ്സ് ആണ്, 3:2. എക്സിനെ അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലും ഗുഡ്വില്ലിനെ കുറിച്ചൊക്കെ പറയുന്നു. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയുന്നത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻകമിംഗ് പാർട്ട്ണർ, അസ്യൂമിംഗ് ദാറ്റ് റിലേറ്റീവ് റേഷ്യോസ് ഓഫ് old partners will be in equal proportion after admission. Okay. So therefore we can say that ഈ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും റീവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലേ. ഇവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ ഇസ് നത്തിങ് ബട്ട് റീവാലുവേഷൻ അക്കൗണ്ട്. അതിന് മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വിച്ച് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ ഇത് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെഡ്ജർ ആണെന്ന് ഓർത്തേക്ക് റീവാലുവേഷന്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ. Profit and loss account is not, adjustment account is nothing but the revaluation account with a different name. So our treatment is give it a try on your own. We will move on to the last question of this chapter, which we are going to take up, illustration number 6. A and B are in the partnership sharing profits and losses in the proportion of 3/4 and 1/4 respectively. The balance sheet as on 31st March 2016 was as follows. Cash item, trade receivables, inventory, plant and machinery, trade payables, bank overdraft, A and B's capital. On 1st April 2016, they admitted C into the partnership on the following terms. C to purchase 1/3 of the goodwill for 2,000 and provide 10,000 as capital. Goodwill not to appear in books. സ്പെസിഫിക്കലി പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും ഗുഡ്വിൽ നമ്മൾ ബുക്സിലേക്ക് കൊണ്ടുവരില്ല. അതിൻ്റെ എഫക്റ്റ് മാത്രം നമ്മൾ ക്യാപിറ്റലിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. Further profits and losses are to be shared by A, B and C equally. Plant and machinery is to reduce by 10%. 500 is to be provided for estimated bad debts. Then inventory is to be taken at a valuation of 24,940 by bringing in or withdrawing cash and capitals of A and B are to be made up proportionate to that of C on their profit sharing ratio. ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ, പോയിന്റ് നമ്പർ 4 ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും അവസാനം ചെയ്യും. Set out the entries to the above arrangement in the firm's journal and give the partners capital accounts എന്നാണ് പറയുന്നത്. So let us quickly work out this question. Illustration number 6. അപ്പോൾ journal entries ആണ് ഏറ്റവും ആദ്യം നമ്മൾക്ക് റീവാലുവേഷനെ കുറിച്ചൊക്കെ പറയുന്നത്. അത് എഴുതാം. ഡേറ്റ് ഒന്നും തരാത്ത കാരണം ഏത് ഓർഡർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ റീവാലുവേഷൻ ഇനി goodwill. So let's start with goodwill. Maybe sacrificing ratio നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. So that can be written as a working note. കുറച്ച്
മാറിയതിന് ശേഷം വർക്കിംഗ് നോട്ടായിട്ട് സാക്രിഫൈസിങ് റേഷ്യോ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എ ആൻഡ് ബി നേരത്തെ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന 3/4 1/4, അതായത് 3:1 ആണ്. പിന്നീട് അത് 1:1:1 ആണ് പറയുന്നത്. സോ എ's sacrifice is going to be A's sacrifice 3/4 minus 1/3 is 5/12. What is B's sacrifice? 1/4 minus 1/3. One by 4 minus 1/3. So if you can see, C is gain and C is the pudhiya share 1/3 which is 4/12, and A sacrifice is 5/12. അപ്പോൾ ബിയുടെ സാക്രിഫൈസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് നെഗറ്റീവിലാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഗെയിനിങ് ആരൊക്കെയാണ്? ബിയും സിയും ഗെയിനിങ് ആണ്. ആര് മാത്രമാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? ഓൺലി എ. അപ്പോൾ ഗുഡ് വില്ലിന്റെ എഫക്റ്റ് ആർക്ക് മാത്രമാണ് കിട്ടാൻ പാടുള്ളൂ? As a gain as a credit only for the sacrificing partner, which is only A. അപ്പോൾ ബാക്കി രണ്ട് ഗെയിനിങ് പാർട്ട്നേഴ്സും, അതിപ്പോൾ ന്യൂ പാർട്ട്ണർ മാത്രമല്ല, ഈ കേസിൽ ബിയും സാക്രിഫൈസ് ചെയ്യുന്നത് കാരണം, ബിക്കും ഗെയിൻ വരുന്നത് കാരണം, we will ask him also to bear a debit into his gain. This is actually a gain. So B and C both are gaining. അപ്പോൾ അത്രയും പോയിന്റ് എഴുതി വെച്ചിട്ട് നമുക്ക് ജേർണൽ എൻട്രീസിലേക്ക് ഒന്ന് തുടങ്ങാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏറ്റവും ആദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് സൈമൾട്ടേനിയസ്ലി എഴുതി പോകാം. A, B and C, and the opening balances were 15 and 10,000. C എത്രയാണ് കൊണ്ടുവന്നത് ബാങ്കിലേക്ക്? C to purchase 1/3 of the goodwill for 2,000 and provide 10,000 as capital. So C to purchase 1/3 of the goodwill. So C brings both capital 2,000 and goodwill 12,000. അപ്പോൾ രണ്ടും കൂടെ 2,000 രണ്ടും കൂടെ ചേർത്ത് 12,000 കൊണ്ടുവന്നു. അതിൽ 2,000 ഗുഡ്വിൽ ആണ് അല്ലേ? അപ്പോൾ ആ 2,000 ശരിക്കും ആർക്കാണ് സി കൊടുക്കേണ്ടത്? സി കൊടുക്കേണ്ടത് സാക്രിഫൈസ് ചെയ്യുന്ന എയ്ക്കാണ്. ഇവിടെ ബി സാക്രിഫൈസ് ചെയ്യുന്നത്. സോ സി കൊണ്ടുവന്ന മുഴുവൻ ഷെയറും ആർക്ക് കൊടുക്കണം? സി എയ്ക്ക് കൊടുക്കണം. ഇനി ബിക്കും ഗെയിൻ വരുന്നുണ്ട്. അപ്പോൾ ബിയും ഐഡിയലി സ്പീക്കിംഗ് അയാളുടെ ഗെയിനിന്റെ ആ എഫക്റ്റ് എയ്ക്ക് കൊടുക്കണം അല്ലേ? അപ്പോൾ if C brought in 2,000 rupees cash for goodwill for 1/3 share, 1/3 okay. How much should be B's share of goodwill? എത്രയായിരിക്കും? 2,000 rupees goodwill കൊണ്ടുവന്നത് അയാളുടെ 1/3 ആണ് അല്ലെ? 1/3 എന്ന് പറയുന്നത് അയാളുടെ ന്യൂ ഷെയറുമാണ്, ഗെയിനുമാണ്. So if he brought in 2,000 for his share of goodwill, what is goodwill of the firm? 2,000 into 3/1, which is 6,000. But 6,000 ആണ് total goodwill of the firm എങ്കിൽ ബിക്ക് കിട്ടിയ ഗെയിൻ എത്രയാണ്? 1/12 അല്ലേ? അപ്പോൾ how much should be suffering due to the gain he is ultimately going to get? So total goodwill of the firm ൽ അയാൾക്ക് കിട്ടിയ ഗെയിൻ 1/12 ആണ് അല്ലേ? So therefore അയാൾ ബെയർ ചെയ്യേണ്ടതും അത്രയും രൂപയുടെ ഗുഡ്വില്ലിന് വേണ്ടിയായിരിക്കും, 500, which means
4 share 4/12 and 1/12. സിക്ക് നഷ്ടം വന്നിരിക്കുന്നത് 5/12 ആണ് അല്ലേ. അതിൽ 4/12 അല്ലെങ്കിൽ 4 rupees വരേണ്ടത് സിയുടെ കയ്യിൽ നിന്നും 1 rupee വരേണ്ടത് ബിയുടെ കയ്യിൽ നിന്നും. അപ്പൊ 4 rupees വരേണ്ട സ്ഥാനത്ത് 2000 രൂപയാണ് സി തന്നതെങ്കിൽ ബി എത്ര കൊണ്ടുവരണം? 4 represents 2000 for C. ബിയുടെ ഗെയിൻ ആയ 1 എത്രയായിരിക്കും? It will be 2000 into 1/4. അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. That is also going to be 500. So ഈ 500 ബിയുടെ കയ്യിൽ നിന്നും സിയുടെ കയ്യിൽ നിന്ന് 2000 കൂടെ കിട്ടുമ്പോഴാണ് 2500 എന്ന് പറയുന്ന ടോട്ടൽ ഗുഡ്വിൽ ഇയാളുടെ സാക്രിഫൈസിന് അഗൻസ്റ്റ് ആയിട്ട് ഇയാൾക്ക് കിട്ടുന്നത്. So that will be adjusted to the capitals account. So എയുടെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് വരണം by both C and B. So therefore എയുടെ ക്യാപിറ്റൽ 2000 സിയുടെ കയ്യിൽ നിന്നും 500 എയുടെ കയ്യിൽ നിന്നും വന്ന ഗുഡ്വില്ലിന്റെ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിന് ബ്രാക്കറ്റിൽ നറേഷനും എഴുതിക്കൊള്ളുക, ബ്രാക്കറ്റിൽ എൻട്രിയും എഴുതിക്കൊള്ളുക. ദെൻ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ഡെബിറ്റും വരണം. ടു സീസ് ക്യാപിറ്റൽ എന്നുള്ള റീസൺ B 500 and C 2000. Yeah, this is also towards goodwill. So goodwillum capital എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് റീവാലുവേഷനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ റീവാലുവേഷൻ ഞാൻ ജേർണൽ എൻട്രി എഴുതുന്നത് ജേർണൽ എൻട്രി നിങ്ങളൊന്ന് തനിയെ വർക്ക് ഈ നമ്മൾ ചെയ്യുന്നത് തന്നെ ജേർണൽ എൻട്രി ആക്കിയാൽ മതി. We are going to quickly discuss റീവാലുവേഷൻ വഴിയുള്ള പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി റെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ റീവാലുവേഷന്റെ എഫക്റ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് കിട്ടിയാൽ നിങ്ങൾ ജേർണലൈസ് ചെയ്താൽ മതി. റീവാലുവേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി കുറയുകയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് 4000 ആണ്. 10% കുറയണം. സോ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി 4000ന്റെ 10%, which is going to be 400. Then 500 to be provided for estimated bad debts. Bad debts ആണ് പക്ഷേ estimation ആണ്, which is nothing but provision 500. So again debit to revaluation, provision doubtful debts അല്ലെ bad debts എന്ന് വേണമെങ്കിൽ എഴുതാം 500. Then we had inventory is to be taken at a valuation of 24,940. Inventory 22 ആയിരുന്നു, അത് 24,940 ആണ്, അതായത് 2,940 increase. So by inventory 24,940 minus 22,000, that is 2,940. Now have you recorded all adjustments? Yes, എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, which is having an impact in revaluation account. അങ്ങനെയാണെങ്കിൽ റീവാലുവേഷൻ്റെ ലാഭവും നമ്മൾക്ക് നഷ്ടവും നോക്കാം. ഇവിടെ 2,940 ക്രെഡിറ്റിലും ഡെബിറ്റിലും 900 rupees. So which means it's a profit which will be transferred to the old partners in their old profit sharing ratio A and B, and their old ratio was 3/4 and 1/4, that is 3:1. So 2014 അവര് 3:1 ratio split ചെയ്യും. 510 and 1,530. Now ഈ ഒരു ലെഡ്ജർ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ജേർണൽ എൻട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജേർണലൈസ് ചെയ്താൽ മതി ഇതനുസരിച്ച്. സോ ക്യാപിറ്റലിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ബൈ റീവാലുവേഷൻ. മെമ്മറാൻഡം റീവാലുവേഷൻ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യാവുള്ളൂ. എപ്പോഴും റീവാലുവേഷൻ ആണ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി അവർ പറയുകയാണെങ്കിൽ മാത്രമാണ് മെമ്മറാൻഡം റീവാലുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റും നമ്മൾ എഴുതി. ഇനി എഴുതിയതിന് ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട പോയിന്റ് അവിടെ തന്നിരിക്കുന്നത്. വാട്ട് ഇസ് ദാറ്റ്? ബൈ ബ്രിങ്ങിങ് ഇൻ ഓർ വിത്ഡ്രോയിങ് ക്യാഷ് ആൻഡ് ക്യാപിറ്റൽസ് ഓഫ് എ ആൻഡ് ബി to ensure that it is made proportionate to that of C on their profit sharing basis. അതായത് അൾട്ടിമേറ്റ്ലി ഇവരുടെ ക്യാപിറ്റൽ എന്തായിട്ട് മാറണം? സി അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന് വേണ്ടി കൊണ്ടുവന്ന ക്യാപിറ്റൽ ബേസ് ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാവരുടെയും ക്യാപിറ്റൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പോലെ ആക്കണമെന്നാണ് പറയുന്നത്. സോ therefore we can see that സിയുടെ ക്യാപിറ്റൽ എത്രയാണ്? അൾട്ടിമേറ്റ്ലി 12,000 കൊണ്ടുവന്നു, അതിൽ 2,000 ഗുഡ്വില്ലിലേക്ക് അഡ്ജസ്റ്റ് ആയി. അപ്പോൾ അൾട്ടിമേറ്റ്ലി സിയുടെ ക്യാപിറ്റൽ എത്രയാണ്? 10,000.
And സിയുടെയും എയുടെയും ബിയുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. So if for equal share of profit, C has 10,000 as closing capital, how much should A and B also have? To that, on their profit sharing basis ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതേ റേഷ്യോയിൽ അവരുടെ ക്യാപിറ്റലും ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത്, കൺസിഡറിങ് സി ആസ് ബേസ്. സോ ഇഫ് സി ഹാസ് 10,000 for 1/3 share of profit, A and B also should have 10,000 each for having 1/3 share of profit. 10,000 എത്താൻ A and Bക്കും എത്താൻ എന്തെങ്കിലും പൈസ കൊണ്ടുവരണമെങ്കിൽ അഡീഷണലി കൊണ്ടുവരണം, അല്ല അവരുടെ അക്കൗണ്ടിൽ എക്സസ് ഉണ്ടെങ്കിൽ എക്സസ് തിരിച്ച് കൊണ്ടുപോകണം. അതാണ് അൾട്ടിമേറ്റ്ലി അവരുടെ ക്ലോസിംഗ് ബാലൻസ് എത്രയേ വരാൻ പാടുള്ളൂ. ബാലൻസ് ക്യാരി ഡൗൺ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ളത് എത്രയേ വരാൻ പാടുള്ളൂ. ആദ്യമേ സിയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് 1/3 ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ 1/3 10,000 വേണം. ഇത് നമ്മൾ ഫിക്സ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം ഈ എമൗണ്ടിലേക്ക് എത്താൻ എ ആൻഡ് ബി ക്യാഷ് കൊണ്ടുവരണം, അത് ക്യാഷ് തിരിച്ചെടുത്തോണ്ട് പോകണം. അപ്പൊ എയുടെ ക്രെഡിറ്റ് സൈഡ് നോക്കിയേ, 15,000 ക്രെഡിറ്റ് ഓപ്പണിംഗ് ഉണ്ട്, 2,000 ക്രെഡിറ്റ്, 500 പ്ലസ് 1,530 മൈനസ് എക്ക് ഒന്നും തന്നെ ഇല്ല, 19,030 ആണ് എയുടെ ക്രെഡിറ്റ് ബാലൻസ്. പക്ഷെ എക്ക് എത്രയെ കാണിക്കാൻ പാടുള്ളൂ? 10,000 വരെ മതി എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള 9,030 എ എന്ത് ചെയ്യണം? ക്യാഷോ ബാങ്ക് ആയിട്ടോ വിഡ്രോ ചെയ്തുകൊണ്ട് അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എടുത്തുകൊണ്ട് പോകണം. ബിസിനസ്സിൽ വരണം, ബിസിനസ്സിൽ 10,000 കാണിച്ചാൽ മതി. 9,030 ബാലൻസ്. ഇത് ബാലൻസിങ് ഫിഗർ അല്ല, ഈ ബാങ്ക് ആണ് ശരിക്കും ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾക്ക് വരുന്നത്. ഇനി ബിയുടെ കണക്ക് നോക്കാം. ബിക്ക് 10,000 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 510 ആൻഡ് ഡെബിറ്റിൽ 500 ഉണ്ട്, വിച്ച് മീൻസ് 10,010 റുപ്പീസ് ആണ് ബിയുടെ ബാലൻസ്. പക്ഷെ ബിക്ക് എത്ര കാണിച്ചാൽ മതി? 10 റുപ്പീസ്, സോറി 10,000 കാണിച്ചാൽ മതി. അപ്പോൾ എക്സസ് ബിയുടെ എത്ര രൂപയുണ്ട്? 10 രൂപ. അത് ബിയും തിരിച്ച് എടുത്തുകൊണ്ട് പോകണം. ഇതിനെയാണ് ആ സെന്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. By bringing in or withdrawing cash to ensure that ultimately C അയാളുടെ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന 10,000 അയാളുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ആ ബേസിസിൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ക്യാപിറ്റൽ പ്രപ്പോർഷനേറ്റ് ആക്കുക ടു ദാറ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബേസിസ്. അതിനുവേണ്ടി ക്യാഷ് കൊണ്ടുവരികയും വിഡ്രോ ചെയ്യുക. ഇവിടെ രണ്ടുപേരും വിഡ്രോവൽ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻട്രി വരും partners capital account debit to bank എന്ന് പറഞ്ഞു 9,030 and 10. So 9,040 totally bank നിന്ന് പോകും. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ജേർണൽ എൻട്രീസ് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വന്നെന്നിരിക്കാം. പ്രപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ സിയുടെ ഷെയർ എത്രയാണോ അല്ലെങ്കിൽ നമ്മളോട് ഫിക്സ് ചെയ്യാൻ പറയുന്ന ആളുടെ ക്യാപിറ്റൽ എത്രയാണോ അത് എത്ര ഷെയർ ഓഫ് പ്രോഫിറ്റിനാണ് നോക്കുക. സോ ആ എമൗണ്ട് ഇത്ര ഷെയർ ഓഫ് പ്രോഫിറ്റിനാണെങ്കിൽ ബാക്കിയുള്ളവരും അതേ റേഷ്യോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വിഡ്രോവലോ അഡീഷണൽ ക്യാപിറ്റൽ ബ്രിങ്ങിങ് ഇന്നോ നടക്കാം. അത് അതനുസരിച്ച് റെക്കോർഡ് ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ഈ ക്ലോസിംഗ് ബാലൻസ് നോക്കുമ്പോൾ അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കണം 1:1 ഈ ക്വസ്റ്റ്യന്റെ കേസ്. So please try out other questions also in similar manner, and I hope it is clear admission of a partner. So we will quickly meet again with another class on diamond and depth. So till we meet again, stay safe and